السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ ബഹുമാനമുള്ള ആദർശ ബന്ധുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അത്യപാരമായ നിഅമത്ത് കൊണ്ട് ഒരിക്കൽ കൂടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി ഇതിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. വളരെയേറെ പ്രസക്തമായ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈമാനുള്ള ആളുകളുടെ ഹൃദയം നൊന്തുപോകുന്ന ഇടങ്ങളാണ് ആഘോഷത്തിൻ്റെ ഇടങ്ങളെന്ന് പറയുന്നത്. ആഘോഷങ്ങൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഫെസ്റ്റിവൽ മൈൻഡ്, ആഘോഷിക്കണം, ആർമാദിക്കണം, ഉല്ലസിക്കണം, പരമാവധി അടിച്ചു പൊളിക്കണം, അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി തൻ്റെ മനസ്സിൻ്റെ ദുഷിച്ച ചിന്തകൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ഒരു അവസരമാണ് ആഘോഷങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും അതുപോലെ തന്നെ പുരോഗമനവും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് എന്തും ഏതും ആർക്കും ആവാം എന്ന ഒരു തലം കൂടെ എത്തിയപ്പോൾ കണ്ണടച്ചും അല്ലെങ്കിൽ മുഖം മറച്ചും ചെയ്തിരുന്ന എല്ലാതും ആഘോഷത്തിൻ്റെ മറവിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ജനറലൈസേഷൻ, ഒരു പൊതു ബോധം, ഒരു പൊതുവൽക്കരണം എല്ലാറ്റിലും നടന്നിട്ടുണ്ട്. അത് ഓരോ ആഘോഷങ്ങളെയും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇക്കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷം തന്നെ കേരളത്തിൻ്റെ തെരുവുകൾ ഒരു വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഒരു കൾച്ചറിലേക്ക് മാറിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രവുമല്ല, അതിൻ്റെ എല്ലാ മറവിൽ, ഏതാഘോഷമായിരുന്നാലും അതിൻ്റെ എല്ലാ മറവിൽ വലിയ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളും വലിയ കച്ചവടങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ഓരോ സീസണുകളായതുകൊണ്ട് പുതിയ പുതിയ ആഘോഷങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടുത്തെ മാർക്കറ്റിംഗ് ഏജൻസികൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണം ഒരു നിക്കാഹും ഒരു സദ്യയും അതിൽ ഒതുങ്ങുന്നതിലപ്പുറത്ത് കല്യാണത്തിന് മുമ്പ് പലവിധ പേരുകൾ വെച്ചുകൊണ്ട് വിവിധങ്ങളായ ആഘോഷങ്ങൾ, അതിന് റൂമുകൾ, ഹോട്ടലുകൾ, അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ ഓഡിറ്റോറിയങ്ങളൊക്കെ വാടകയ്ക്കെടുത്ത് ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന അലങ്കാര വസ്തുക്കളും അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പും കോസ്മെറ്റിക്സിൻ്റെ ലോകത്ത് 10,000 പൊടിച്ചുകൊണ്ടുള്ള വേഷവിധാനങ്ങളും, ഇതിനൊക്കെ ഓരോ ദിവസത്തിന് വ്യത്യസ്തമായ പേരുകൾ വെച്ച് കല്യാണത്തോടടുക്കുമ്പോൾ അതിൻ്റെ തലേന്നത്തെ ഓരോ ദിവസങ്ങളും മഞ്ഞ കല്യാണവും മറ്റു പലവിധ കളറുകളുടെയും പേര് പറഞ്ഞ് പലവിധ ഇംഗ്ലീഷ് വേർഡുകൾ ഉപയോഗിച്ച് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരാളെ ഒത്തുപാളയെടുപ്പിക്കുന്ന തരത്തിൽ അയാളെ കൊണ്ട് ലോണും എല്ലാം എടുത്ത് ആളുകൾക്കിടയിൽ ഒരു ഇമേജ് പിടിച്ചു പറ്റാനും പുതിയ തലമുറയിൽപ്പെട്ട തങ്ങളുടെ മക്കളുടെ ഇത്തരം അഭിരുചികളെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ രക്ഷിതാക്കൾ പോലും വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവസാന കാലത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ മനുഷ്യന്മാർ അവരുടെ ഇച്ഛയുടെ അടിമകളായി മാറുകയും ദീന് പാലിച്ച് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു പോവുകയും ചെയ്യും. ഇതിനൊക്കെ എതിർക്കുന്ന ആളുകൾ ലോകം തിരിയാത്തവരും കാഴ്ചപ്പാടില്ലാത്തവരും തന്തവൈബിൻ്റെ ആളുകളും ഒക്കെയായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മതത്തിൻ്റെ മേലാളന്മാർ പോലും നിർബന്ധവശാൽ നമുക്ക് സ്വീകാര്യത കിട്ടണമെങ്കിൽ, നമുക്ക് സമൂഹത്തിൽ അംഗീകാരം കിട്ടണമെങ്കിൽ, ന്യൂജനെ നമുക്ക് കയ്യിലെടുക്കണമെങ്കിൽ കുറച്ചൊക്കെ മ്യൂസിക് ഹലാലാണ്, അഭിനയം ഹലാലാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നിസ്കാരത്തു നിന്നും നോമ്പും ഒക്കെ നമ്മളെ തടയുന്നില്ലെങ്കിൽ ഇത്തരം ആഘോഷങ്ങളൊക്കെ അനുവദനീയമാണ്. ഞാൻ ഇന്ന ആഘോഷത്തിന് പോകാറുണ്ട്, ഇന്ന സദ്യ കഴിക്കാറുണ്ട് എന്നൊക്കെ മിമ്പറിൽ തന്നെ പറയുന്ന സാഹചര്യം കൂടെ ആകുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ എത്രത്തോളം അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ല. 16-17 വയസ്സുള്ള 2 ചെക്കന്മാർ ചേർന്നിട്ടാണ്
10-30 വയസ്സുള്ള ഒരാളെ ഈ പുതുവർഷ പുലരിയിൽ കുത്തിക്കൊലപ്പെടുത്തിയത്. മദ്യം സമൂഹത്തിനുണ്ടാക്കിയ ദുരന്തം. ഒരു ഭാഗത്ത് വാദോരാതെ പ്രസംഗിക്കുന്ന ആളുകളും അപ്പുറത്ത് കണ്ണടക്കുകയാണ് അത്തരം കാര്യങ്ങൾക്ക്. അതൊരു പുരോഗമനത്തിൻ്റെയും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയൊക്കെ പേരിലാകുമ്പോൾ ആവാം എന്ന അർത്ഥത്തിലാണ് പിന്നെ ഇന്നത്തെ സമൂഹം ഇതിനൊക്കെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹ്വത്ത്, അവൻ്റെ ദേഹേച്ഛകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അവന് പടച്ചവന് ബുദ്ധിയും നൽകിയിട്ടുണ്ട്. മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി മാത്രമേ നൽകിയിട്ടുള്ളൂ, ദേഹേച്ഛ മലക്കുകൾക്കില്ല. അതുകൊണ്ട് അവർ ഓൾവേസ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും മലക്കുകൾ. എന്നാൽ ഇവിടെയുള്ള ആനിമൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി കൊടുത്തിട്ടില്ല, മറിച്ച് ഷഹ്വത്ത്, ദേഹേച്ഛ, അവർക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നു, അവർ പിന്നെ ഉറങ്ങുന്നു, അവർ പിന്നെ ഈ സന്താനോത്പാദനങ്ങൾ നടത്തുന്നു. ഇങ്ങനെയുള്ള ഷഹ്വാത്തുകൾ ജന്തുക്കൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് ബുദ്ധിയില്ല. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹ്വത്തും കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ബുദ്ധിയെ അവൻ്റെ ഷഹ്വത്തുകൾ അതിജയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും. മറിച്ച് അവൻ്റെ ഷഹ്വത്തുകളെ അവൻ്റെ ബുദ്ധി അതിജയിച്ചാൽ അവിടെയാണ് അവന് വിജയം വരിക്കാൻ സാധിക്കുക. അപ്പോൾ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ, സാഹചര്യങ്ങൾ ഇങ്ങനെയാകുന്നുണ്ടോ, കാലഘട്ടം എങ്ങനെയാണ്, അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നതല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കേണ്ടത്. ഒരു മുസ്ലിം, അയാൾ മുസ്ലിം ആകുന്നത് ഞാൻ അള്ളാഹുവിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതിലൂടെയാണ്. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ എന്തതിൻ്റെ അർത്ഥം? ഞാൻ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ അംഗീകരിക്കുന്നു. അള്ളാഹിന്റെ വഹ്ദാനിയത്തിനെ അംഗീകരിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അൽ കുഫ്റു ബിമാ യുഅബ്ബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കുന്ന സകല വസ്തുക്കളെയും ഞാൻ നിഷേധിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ അറിഞ്ഞ് ഉൾക്കൊണ്ട് ഉറച്ച് ഇഷ്ടപ്പെട്ട് പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ച് അതിന് പൂർണ്ണമായി കീഴൊതുങ്ങി അത് പൂർണ്ണമായി സ്വീകരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നവനാണ്. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകതയായിട്ടുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ബിഹി ബിത്വാഅ ലഹു ബിത്വാഅ വൽ ബറാഅതു മിനശ് ശിർകി വ അഹ്ലിഹി. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതായത് അള്ളാഹുവിന്റെ തൗഹീദിന് പൂർണ്ണമായി കീഴൊതുങ്ങുക. പടച്ചവനെ മാത്രം ഞാൻ ആരാധിക്കുകയുള്ളൂ. ആ ആരാധനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള വിശ്വാസം, പ്രവർത്തനം, വാക്ക് എന്തുമാകട്ടെ, ബഹുദൈവ ആരാധന അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യത്തിനും ഞാൻ പങ്കാളിയാവുകയില്ല. അതാണ് ഇസ്ലാം, മുസ്ലിമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ തേട്ടം. തൗഹീദിൽ അധിഷ്ഠിതമായിരിക്കും എൻ്റെ ജീവിതം. എൻ്റെ തേട്ടങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്കായിരിക്കും. എൻ്റെ വിശ്വാസം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലായിരിക്കും. ഒരു തരത്തിലുള്ളൊരു അന്ധവിശ്വാസവും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വഹ്ദാനിയത്തിന് എതിരായിട്ടുള്ള സകല വിശ്വാസത്തെയും എതിർക്കുന്നവനായിരിക്കും ഞാൻ. അതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് അള്ളാഹുവിന് അനുസരണാപൂർവം പടച്ച റബ്ബിന് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, നീ മുസ്ലിം ആവുക, നീ കീഴൊതുങ്ങുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ റബ്ബുൽ ആലമീന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പരിപൂർണമായിട്ടും നമ്മെ സമർപ്പിക്കലാണ്. അള്ളാഹ്ക്ക് അനുസരണാപൂർവം നമ്മൾ കീഴൊതുങ്ങുക. അതാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം എന്താണ്? അൽ ബറാഅത്തു മിനശ് ശിർകി വ അഹ്ലിഹി, ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ വക്താക്കളിൽ നിന്നുമുള്ള ബറാഅത്ത്, യാതൊരു തരത്തിലുള്ള ആദർശ പൊരുത്തവും അവരുമായിട്ടില്ല. ഒരുപക്ഷെ അയൽവാസി ബന്ധം അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടി വരും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരുടെ മാതാവ്, അവർ മുസ്ലിം ആയിരുന്നില്ല. അവരുടെ വീട്ടിലേക്ക് സാധനങ്ങളും സമ്മാനങ്ങളുമായി വന്നപ്പോൾ ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി, ഇതെനിക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നബിയോട് ഫത്വ ചോദിച്ച് വാങ്ങിക്കൊള്ളാൻ റസൂലുള്ള അനുമതി കൊടുക്കുകയും ഉമ്മയുമായിട്ട് നല്ല നിലക്ക് വർത്തിക്കാൻ റസൂലുള്ള സമ്മതിക്കുകയും ചെയ്തു. അതാണ് ഇസ്ലാം. ഇസ്ലാം പ്രാക്ടിക്കലായ ഒരു മതമാണ്, അതല്ലാതെ കാടത്തമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്മാരെ ഞെരുക്കുന്ന മതമല്ല. അത് പഠിക്കാത്തത് കൊണ്ടാണ്.
ഒരു മുസ്ലിമായ ഒരാളുടെ പിതാവും മാതാവും അമുസ്ലിമാണെങ്കിൽ അവരെ കെയർ ചെയ്യാൻ, അവരെ സംരക്ഷിക്കാൻ, അവരെ സൽക്കരിക്കാൻ, അവർ നൽകുന്നത് കഴിക്കാൻ, നമുക്ക് അവരെ തീറ്റിക്കാൻ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. എന്നാൽ അതേ ഇസ്ലാം ആദർശപരമായി ഒരു പൊരുത്തവും പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിമിന്റെ വിശ്വാസവും ഐഡന്റിറ്റിയും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നവനായിരിക്കണം. സാഹചര്യം എങ്ങനെ, തലമുറ എങ്ങനെ, കാലം മാറുമ്പോൾ പുതിയതായി ഉണ്ടാകുന്നത് പാലിച്ചെങ്കിലേ, അത് ഫോളോ ചെയ്തെങ്കിലേ നമ്മളും പരിഷ്കാരികളാവൂ. അങ്ങനെ ആരുടെ മുമ്പിലും പരിഷ്കാരം കാണിച്ചു കൊടുക്കേണ്ട ഗതികേടും നമുക്കില്ല, ആരും മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളൊക്കെ നല്ല ബോധമുള്ളവരാണ്, വളരുന്നവരാണ്, കാലത്തിന് യോജിച്ചവരാണ് എന്ന് ഒരുത്തനെയും ബോധ്യപ്പെടുത്തേണ്ട ഗതികേട് നമുക്കില്ല. നമ്മളൊരു പടപ്പിന്റെ അടിമയല്ല, പടച്ചോന്റെ അടിമയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും നാട്യവും അഭിനയവും ഒന്നും കാണിച്ച് നമ്മളൊക്കെ മോശക്കാരായി മാറൂല എന്നൊന്നും വിചാരിക്കേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്. അത് പ്രവർത്തനത്തിലൂടെ റസൂൽ കാണിച്ചു തന്നു. ഖദിമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, റസൂൽ മദീനയിലേക്ക് കയറി ചെന്നു. വലഹും യൗമാനി യലഅബൂന ഫീഹിമാ, അവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. ആ 2 ദിവസത്തിൽ അവര് പ്രത്യേകമായി ആഘോഷിക്കുമായിരുന്നു, സന്തോഷിക്കുമായിരുന്നു മദീനക്കാര്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ചോദിച്ചു, മാ ഹാദാനി യൗമാൻ, എന്താണ് ഈ സ്പെഷ്യൽ 2 ദിവസം, മറ്റു ദിവസങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റി എന്താണ്? ഈ 2 ദിവസത്തിനുള്ളത് ഒരു പ്രത്യേക ആഘോഷവും സന്തോഷ പ്രകടനമൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ഖാലു, അവർ പറഞ്ഞു, കുന്നാ നലഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയത്തിൽ ആഘോഷിച്ചിരുന്ന 2 ദിവസമാണിത്, അതുകൊണ്ട് അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോരാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, ഈ 2 ദിവസത്തെ ആഘോഷത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും നല്ല 2 ആഘോഷത്തെ അള്ളാഹു പകരം നൽകിയിരിക്കുന്നു. ഇതും വേണ്ട, വേറെ 2 ആഘോഷം ഉണ്ട്, അത് മതി നമുക്ക് എന്നല്ല പറഞ്ഞ്. അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, ഈ 2 ദിവസത്തെക്കാളും മികച്ച 2 ദിവസം, മികച്ച 2 ആഘോഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. ഒന്ന് യൗമുൽ അദ്ഹ വയൗമുൽ ഫിത്ർ, യൗമുൽ അദ്ഹയും യൗമുൽ ഫിത്റുമാണത്. കള്ളില്ലാത്ത, തോന്നിവാസമില്ലാത്ത, ആണും പെണ്ണും നട്ടപ്പാതിരക്ക് തെരുവിലിറങ്ങിയിട്ട് DJ മ്യൂസിക്കിന്റെ കൂടെ ഇരുട്ടിൽ പരസ്പരം പരതുന്ന, പരസ്പരം സുഖമെടുക്കുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവന്റെ ദുഷിപ്പിനെ പ്രാവർത്തികമാക്കാനുള്ള അവസരമായിട്ട് കാണുന്ന രാത്രികൾ സമ്മാനിക്കുന്നതല്ല ഈ ആഘോഷം. ഒന്നാമത്തെ ഈദുൽ ഫിത്റാണ്. അള്ളാഹുവിന്റെ പടച്ചോൻ നമുക്ക് നൽകിയ ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ അശ്റുൽ അവാഹിർ അത് റമദാനിലാണ്. അവസാനത്തെ 10 പൂർണ്ണമായിട്ടും ഇഅ്തികാഫിലും ഇബാദത്തിലും ആരാധനയിലും മുഴുകി, നോമ്പ് നോറ്റ്, ഖിയാമുൽ ലൈൽ നിർവഹിച്ച്, രാത്രി ഉറക്കമൊഴിച്ച്, നമസ്കരിച്ച്, പകലുകളിൽ വ്രതമനുഷ്ഠിച്ച് ആ ഇബാദത്തിൽ അതിശക്തമായി പടച്ചറബിലേക്ക് കുതിക്കുന്നവന് ഇബാദത്ത് ചെയ്യാൻ പടച്ചറബ് കൊടുത്ത ആ ഒരു തൗഫീഖിനുള്ള ശുക്റായിട്ടാണ് പടച്ചോൻ ഈദുൽ ഫിത്ർ വെച്ചത്. അവിടെ ഒരു കള്ളൊഴുകുന്നില്ല, അവിടെ ഒരു കൊലപാതകം ഉദിക്കുന്നില്ല, അവിടെ അങ്ങോട്ടും തല്ലും പിടി ഉണ്ടാകുന്നില്ല, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മാഫിയകൾക്ക് റോളില്ല. മറിച്ച് അവിടെ ശുക്രാണ്, ദിക്റാണ്, സഹായമാണ്, സലാമാണ്, പരസ്പരം സ്നേഹം പങ്കുവെക്കലുകളാണ്, കുടുംബ സന്ദർശനങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തഹ്നിയത്ത് പ്രാർത്ഥനകളാണ്, ആശംസ വാചകങ്ങൾ പോലും തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, പലതരത്തിലുള്ള ഈദുൻ സഈദ് അല്ലേ, അങ്ങനെ പലതരത്തിലുള്ള ആശംസ വാചകങ്ങളാണ് അവിടെ ഉള്ളത്. എല്ലാം ഇബാദത്താണ്. പ്രഭാതത്തിൽ പോയിട്ട് നിസ്കാരം നിർവഹിക്കുകയാണ്, നല്ല പുതുവസ്ത്രം ഇസ്ലാമികമായി വേഷം ധരിച്ച് ആ പുതുവസ്ത്രത്തിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. അന്നമില്ലാത്തവർക്ക് പെരുന്നാളിന്റെ സുദിനത്തിൽ അന്നത്തിനു വേണ്ടി തലേ ദിവസം സക്കാത്തുൽ ഫിത്ർ സമാഹരിച്ച് പാവങ്ങളുടെ വീടുകളിലൂടെ ആ സക്കാത്തുൽ ഫിത്റിന്റെ അരിയും നൽകി പാവങ്ങളും വയറും നിറച്ച് ഉണ്ണുന്ന 2 ദിവസമാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഇബാദത്തിന്റെ ശുക്റിന് വേണ്ടി പടച്ചോൻ അനുവദിച്ചതാണ് ആ ആഘോഷം. ആ ആഘോഷം പൂർണ്ണമായിട്ടും ആരാധനയാണ്. ഇനി രണ്ടാമത്തതോ ഈദുൽ അദ്ഹ, ആ 10 ദിവസം, ഏറ്റവും ശ്രേഷ്ഠമായ 10 പകലുകൾ, 10 രാവുകൾ റമദാനിലാണ്, 10 പകലുകൾ ദുൽഹിജ്ജയിലാണ്. ആദ്യത്തെ 10 ദിവസം വൽ ഫജ്ർ വലയാലിൻ അശ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞു അല്ലേ, രാവും പകലും പുണ്യമായിട്ടുള്ള ആദ്യത്തെ 10 ദിവസം അത് ദുൽഹിജ്ജയിലെ
അറഫ മൈതാനിയിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ അറഫയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്ക് ഞാൻ പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയുന്ന, ഹജ്ജ് നിർവഹിച്ചിട്ട് ലാബർ റൂമിൽ നിന്ന് കിട്ടിയ ഒരു കുഞ്ഞിനെ പോലെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധനായിക്കൊണ്ട് ഹജ്ജ് നിർവഹണം കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന് എൻജോയ് ചെയ്യാൻ, ജീവിതത്തെ മതിച്ച, അവന്റെ മനസ്സിന്റെ സ്വാസ്ഥ്യം കെടുത്തിയ, അവന്റെ പരലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവനെ ആശങ്കയിലാഴ്ത്തിയ മുഴുവൻ പാപങ്ങളും വലുതും ചെറുതും മുഴുവൻ കഴുകി വൃത്തിയാക്കിയതിന്റെ ചാരിതാർത്ഥ്യം പ്രകടിപ്പിക്കുന്ന ഈദുൽ അദ്ഹ. രണ്ടും മഹനീയമായ രണ്ട് ആഘോഷങ്ങളാണ്. ഇതാണ് ഇസ്ലാം. അപ്പോൾ ഒരു മുസ്ലിം ഫോളോ ചെയ്യേണ്ടത് ഇസ്ലാമിക് സ്ക്രിപ്റ്റ് ആണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്, എന്താ റസൂലുള്ളാഹി പറഞ്ഞത്, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഖുർആൻ അതല്ലേ പറഞ്ഞത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു മുഅ്മിനത്തായ ആണിനും മുഅ്മിനത്തായ പെണ്ണിനും അനുവാദമില്ല. എന്ത്? അള്ളാഹും റസൂലും ഒരു കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചാൽ പിന്നീട് സ്വന്തം ഇഷ്ടം തെരഞ്ഞെടുക്കാനുള്ള അനുമതിയില്ല. അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചിട്ട് ആരെങ്കിലും അതിന് എതിര് പ്രവർത്തിച്ചാൽ അവൻ അങ്ങേറ്റത്തെ വ്യക്തമായ വഴികേടിനാണ്. ഖുർആൻ പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വിധികർത്താക്കളാക്കിയിട്ട് സ്വീകരിക്കണം. ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചിട്ട് ഈ ആഘോഷങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചർച്ചയാക്കണം. എന്നിട്ട് എന്താണോ അള്ളാഹും റസൂലും ആ കാര്യത്തിൽ പറയുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയത്തിനൊരു വൈമനസ്യം ഉണ്ടാകരുത്. വൈസല്ലിമു തസ്ലീമ, പൂർണ്ണമായിട്ട് നിങ്ങൾ അതിന് കീഴൊതുങ്ങണം. അതുകൊണ്ടാണ് വിശ്വാസികളെ കുറിച്ച് ഖുർആൻ സൂറത്തുൽ നൂറിൽ പറഞ്ഞത്, അള്ളാഹും റസൂലും അവരെ വിളിച്ചാൽ അവർ പറയുന്ന വാക്കെന്താണ്? സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹ്ക്ക് സമർപ്പിച്ചവനാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, നിർദ്ദേശിക്കുന്നത്, നിർണയിക്കുന്നത് പടച്ചോനാണ്. ആ പടച്ചോൻ എന്താണോ നമുക്ക് അനുവദിച്ചത് അതാണ് നമുക്ക് ഹലാൽ. ആ പടച്ചോൻ നമുക്ക് എന്താണോ ഇബാദത്തായിട്ട് പഠിപ്പിച്ചത് അതാണ് നമുക്ക് ഇബാദത്ത്. ആ പടച്ചോൻ നമുക്ക് ഹറാമാക്കിയത് എന്താണോ അതൊന്നും തന്നെ നമ്മുടെ മുആമലാത്തുകളിൽ കടന്നുകൂടാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞതുപോലെ ആരാധനകൾ നിർവഹിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മുടെ മുആമലാത്തുകളിൽ കടന്നുകൂടാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. അതിനെതിരുന്നാലോ ഇസ്ലാം എന്ന ഔട്ടാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലാഹുവിന്റെ റസൂല് ഒരു കാര്യം വ്യക്തമാക്കി തന്നാ പിന്നെ ആർക്കപ്പോൾ വ്യക്തത ഇല്ലാത്ത? പലിശന്റെ കാര്യത്തിൽ ആർക്കും വ്യക്തത ഇല്ലാത്തതുണ്ടോ? പച്ചക്ക് ഖുർആന് വിശദമായിട്ട് പറഞ്ഞ സാധനമാണത്. ആർക്കാണ് വ്യക്തത ഇല്ലാത്തത്? ഈ സിനിമയും മറ്റു കാര്യങ്ങളും തോന്നിയാസാണെന്നുള്ള കാര്യത്തിൽ ആർക്കും വ്യക്തത ഇല്ലാത്തതുണ്ടോ? ഒരു 2 മണിക്കൂർ സിനിമയിൽ എത്രങ്ങാനും ഹറാമുകൾ കടന്നുകൂടുന്നുണ്ട്. ആർക്കാ വ്യക്തത? മദ്യവും മയക്കുമരുന്നൊക്കെ, അതൊരു സ്മോക്കിംഗ് ആണെങ്കിൽ പോലും, മയക്കുമരുന്നല്ല സ്മോക്കിംഗ്, മയക്കുമരുന്നല്ല എന്ന് പറയാം. എന്നാലും ഒഴിവാക്കിയാളാ? എന്താ ഒഴിവാക്കാൻ പറ്റാത്തത്? മയക്കുമരുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമല്ലോ അല്ലേ? എന്താ ഒഴിവാക്കാൻ പറ്റാത്തത്? അപ്പൊ അത് ഒരു ഡ്രഗ് തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഹറാമാന്നുള്ള കാര്യത്തിൽ ആർക്കാണ് പിന്നെ സംശയമുള്ളത്? ഒരു സംശയമില്ലാത്ത അല്ലാഹു റസൂൽ ഒരു കാര്യത്തിൽ വ്യക്തത പറഞ്ഞാൽ പിന്നീട് ആ വ്യക്തതയെ പിൻപറ്റാതെ മുഅ്മിനീങ്ങളുടേതല്ലാത്തവരുടെ മാർഗം സ്വീകരിച്ചാൽ അവരെ നാം തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും. അപ്പൊ നമ്മള് നിസ്കാരത്തിൽ ഫാത്തിഹയിൽ എന്താണ് ചോദിക്കുന്നത് പടച്ചവനോട്? 5 നേരം നമ്മൾ പടച്ചവനോട് ചോദിക്കണ്ടല്ലോ. ഫാത്തിഹയിൽ എന്താ ചോദിക്കണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ നീ നടത്തേണമേ. ആരാണ് ചൊവ്വായ വഴി?
ആരുടെ വഴിയാണത്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ചേർക്കണേ. അപ്പൊ നെഞ്ചത്ത് കൈകെട്ടി വെച്ച് എല്ലാ മാപ്പിളയും അള്ളാഹിനോട് ചോദിച്ചാൽ തന്നെയാ എന്ത്? നബിമാരുടെ മാർഗം എന്നെ അതിലൂടെ എന്നെ നടത്തണേ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ എന്നെ നടത്തണേ. എന്നിട്ട് നിസ്കാരത്തിൽ സലാം വീട്ടിട്ട് അല്ലെ മാവേലിയായി വന്നിട്ട് അസ്സലാമു അലൈക്കും എത്രയൊക്കെ കാട്ടുക. നിസ്കാരത്തിൽ ഓൻ ചോദിച്ച നബിന്റെ മാർഗം, സ്വഹാബത്തിന്റെ മാർഗം, സ്വാലിഹീങ്ങളുടെ മാർഗം. നിസ്കാരം കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി. ഇപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യൻ, അവൻ അള്ളാഹു അവന് കൊടുത്ത ഏറ്റവും വലിയ റഹ്മത്ത് എന്താ? ഈ ദീനാണ്. അവിടെ ഈ ദീനിന് ഘടകവിരുദ്ധമായ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണോ ദീൻ അവൻ അനുവദിച്ചത് അതാണ് ചെയ്യേണ്ടത്. ആഘോഷത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചത് 2 ആഘോഷമാണ്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അതും തന്നെ കൂത്താടാനുള്ളതല്ല, ആഭാസത്തിനുള്ളതല്ല, അനാവശ്യത്തിനുള്ളതല്ല, തോന്നിയാസത്തിനുള്ളതല്ല, ഇച്ഛയുടെ പൂർത്തീകരണത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആഘോഷമല്ല. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർക്ക് പെരുന്നാളിനോട് അത്ര വലിയൊരു കമ്പല്ല. ശ്രദ്ധിച്ചില്ല നിങ്ങൾ? പെരുന്നാൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് തീർക്കുക എന്നുള്ളതാണ്. എന്നാൽ ബാക്കി ആഘോഷങ്ങളോട് അവർക്ക് ഭയങ്കര കമ്പം. അനുവദിച്ച ആഘോഷത്തോടെ അവർക്ക് കമ്പല്ല. കാരണം എന്താ? അതില് ഈ തോന്നിയാസൊന്നും അനുവദിക്കണില്ല. പടച്ചോ 2 ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ആ ആഘോഷം കൊണ്ട് ഒരാൾക്ക് മാണ്ടില്ലേനി എന്ന് തോന്നുന്ന ഒരു വിഷയവുമില്ല. പടച്ചോൻ ദുനിയാവിലും ആഖിറത്തിലും നഷ്ടവും നിരാശയും ഇല്ലാത്ത ആഘോഷമാണ് നമുക്ക് അനുവദിച്ചെന്ന് അല്ലേ? പെരുന്നാൾക്ക് പള്ളിക്ക് പോയിട്ട് മാണ്ടില്ലേനി, നിസ്കരിച്ചിട്ടില്ലേ തോന്നിയോ? നിസ്കാരം മിസ്സായിട്ട് തോന്നിയിട്ടുണ്ടാവും. കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മതിയായിരുന്നു അല്ലേ? നിസ്കരിച്ചവർക്കാക്കിയതിന് സങ്കടം തോന്നിയോ? ഓനൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് തഖബ്ബലല്ലാഹു മിന്നാ മിൻകും പറയേണ്ടില്ലായിരുന്നു തോന്നിയോ? ഇല്ല. അപ്പോൾ ഒരു ബലിയറത്തിന്റെ പേരിൽ വെറുതെ ആ ജന്തുവിനെ കൊന്ന് മേത്തൊക്കെ ചോരയായി 10-50,000 പോയും ചെയ്ത് ഇങ്ങനെ ആരും വിചാരിക്കലുണ്ടോ? ഒരു കുറ്റബോധവും ഇല്ലാതെ ദുനിയാവിലും സന്തോഷം, പരലോകത്തും സന്തോഷം, കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷം. അവിടെ ഒരു സംഘട്ടനമില്ല, അവിടെ ഒരു കൊലപാതകമില്ല, അവിടെ ഒരാളും കാട്രായി അടിച്ചു വന്നിട്ട് അവിടെ ഛർദ്ദിച്ച് വീണ ഒരവസ്ഥയല്ല, പരസ്പരം തെറി പിടിക്കുന്നില്ല, ഒരാൾക്കൊരു തകർച്ചയുമില്ലാത്ത സേഫ് ആൻഡ് സെക്യൂറായ ഹാപ്പി ആൻഡ് എൻജോയ്മെന്റ് നൽകുന്ന ശരിക്കുള്ള ആഘോഷം പഠിച്ചോ നമുക്ക് അനുവദിച്ചതൊക്കെയാണ്. അങ്ങനത്തെ ആഘോഷത്തിന് തോന്നിയാസം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വൈബൊന്നും തോന്നൂല. അതുകൊണ്ട് ഓല് കാലും ആട്ടി ഏറുമാടത്തിൽ ഇങ്ങനെ കുത്തിരിക്കും പെരുന്നാക്ക്, അത്രേ ഉള്ളൂ. മറ്റ് ആഘോഷങ്ങൾ വരുമ്പോൾ അവർക്ക് ഭയങ്കര സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ നമുക്കുള്ള 2 ആഘോഷം ഇതാണ്. ഇതല്ലാത്ത ആഘോഷം ഇസ്ലാമിലും ഇല്ല. മനസ്സിലായില്ലേ? ഇതല്ലാത്ത ആഘോഷം ഇസ്ലാമിലും ഇല്ല. എന്നാൽ ഈ 2 ആഘോഷത്തെക്കാളും വലിയ ആഘോഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത്ര വലിയ ആഘോഷമായിരുന്നു അതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഡേറ്റ് കറക്റ്റ് ഇവിടെ നമുക്ക് കിട്ടണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജനിച്ചു? ഇബ്നു കസീർ റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, റസൂലുള്ളാഹ് ദുൽഹിജ്ജ 8-നാണ്, അല്ല റബീഉൽ അവ്വൽ 8-നാണ്, 10-നാണ്, 12-നാണ്, 14-നാണ്. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി റബീഉൽ അവ്വൽ തന്നെയല്ല റമദാനിലാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇനി വേറെ മാസങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട്, വേറെ ദിവസങ്ങൾ പറഞ്ഞ ആൾക്കാർ, വേറെ ഡേറ്റ് പറഞ്ഞ ആൾക്കാരുണ്ട്. ദിവസം നബി പറഞ്ഞത് തിങ്കളാഴ്ചയാണ്. കൊല്ലവും കൃത്യമാണ് ആമുൽ ഫീലിലാണ്, ആനക്കലഹം ഉണ്ടായ വർഷത്തിലാണ്. എന്നാൽ ഏതു മാസമാണ്, ഏത് ഡേറ്റ് ആണ് എന്നത് ഒരു ഉറപ്പും ഇല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷം അത് ഇസ്ലാമിൽ ഉള്ളതാണെങ്കിൽ അതിന്റെ കറക്റ്റ് ഡേറ്റ്, കാര്യങ്ങൾ, അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ പറയും. റസൂൽ നമ്മൾ എവിടെ വിട്ടേച്ചു പോയത്? അലൽ മഹിജ്ജത്തിൽ ബൈദാ, വെളുത്ത പ്രതലത്തിലാണ് വിട്ടേച്ചു പോയത്. അപ്പൊ എന്താണ്, എന്നാണ്, ഏതാണ്, എന്തൊക്കെയാണ് എന്നൊന്നും പറയാതെ ശൂന്യതയിൽ റസൂൽ നമ്മൾ വിട്ടിട്ടില്ല. പക്ഷെ നബിദിനത്തിന്റെ വിഷയത്തിൽ ഒക്കെ വിവരിച്ച് വിശദീകരിച്ചുണ്ടാക്കിയതാണ്. ലോകത്തിനുള്ള ഏറ്റവും വലിയ കാരുണ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖുർആൻ പറ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമാണ്. പക്ഷെ ആ കാരുണ്യം ജനിച്ച ദിവസം പ്രത്യേകം ഒരു ആഘോഷം ഉണ്ടായിരുന്നെങ്കിൽ
അത് 2 ഈദിനേക്കാൾ വലിയ മഹത്വമുള്ളതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകത്തിലെങ്കിലും ഇത് പറയണമായിരുന്നു. അപ്പോൾ ആൾക്കാർ പറയും, നബി എങ്ങനെ ഇപ്പോൾ പറയോ എൻ്റെ ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിക്കണമെന്ന്? അതെന്ത് ചോദ്യമാണ്? റസൂലുള്ള തൻ്റെ പേര് സലാത്തിൽ എന്ന് പറഞ്ഞിട്ടില്ലേ? തന്നെ അനാദരിക്കുന്നു പറഞ്ഞിട്ടില്ലേ? എൻ്റെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തെല്ലാം റസൂലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഈദുൽ ഫിത്റിനേക്കാളും ഈദുൽ അദ്ഹയേക്കാളും മഹനീയമായ ഒരു ദിവസമാണ് ഈ ദിവസമെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത്, നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഇസ്ലാമിൽ യാതൊരു തെളിവില്ല. അഹ്ദസഹൽ ബത്വാലൂൻ, തീറ്റക്കൊതിയന്മാർ ഉണ്ടാക്കിയ ആഘോഷമാണെന്ന് പറഞ്ഞത്. സ്വഹീഹായ ഒരു ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഒരു ഈത്തപ്പഴത്തിന്റെ ചീന്ത് നബി കൊടുത്താൽ മതി, നമുക്ക് മന്തിയും ആടും കോഴിയും ഒക്കെ വെക്കാം. പക്ഷെ 10ഉം 12ഉം ഒരു മാസം ആഘോഷം, പരിപാടി, തീറ്റ, അതിൻ്റെ പേരിൽ അങ്ങോട്ടോട്ട് അടി, പൊതിച്ചോറ് കിട്ടാത്തതിൻ്റെ പേരിൽ, ഇതൊക്കെ എന്തടിസ്ഥാനമാണ് ഇതിനകത്തുള്ളത്? അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ആഘോഷങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നെ ഉത്ഭവം നബിദിനം മാത്രമല്ല, ഈ ജാറങ്ങളിൽ നടക്കുന്ന ഉറൂസുകൾ എത്ര വലിയ ആഘോഷമായിട്ട് നടക്കുന്നതൊക്കെ, വലിയ വലിയ പുണ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ പലതും നേർച്ചയാക്കുന്ന ആൾക്കാരുണ്ട്. മക്കൾ കിട്ടാൻ, ജോലി കിട്ടാൻ, മറ്റു ആഗ്രഹങ്ങൾ സഫലമാകാൻ ഒക്കെ വേണ്ടിയിട്ട് അവിടേക്ക് പലതും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും ഒരു ഖബർ നബി ഇതുപോലെ കെട്ടിപ്പൊക്കിനോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും ഒരാളുടെ പിന്നെ ചരമദിനം അല്ലെങ്കിൽ ജന്മദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഘോഷമാക്കിയോ? ഖബറിടത്തെ അങ്ങനത്തെ ഒരു ഇടമാക്കിയിട്ടേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് എന്താ പറഞ്ഞു? നിങ്ങൾ നിങ്ങളുടെ വീട് ഖബർസ്ഥാനാക്കരുത്, വീട്ടിൽ ഖുർആനോത്തും ദിക്റും കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഖബർസ്ഥാനിലല്ലതൊന്നും അല്ലേ? പക്ഷേ മുസ്ലിങ്ങൾ ഇതൊക്കെ വലിയ ആഘോഷങ്ങളായിട്ട് കൊണ്ടെടുക്കുകയാണ്. ഇതൊക്കെ എവിടുന്നാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം? എല്ലാത്തിനും ഒരു എൻഡ് ഉണ്ടാവും. ഏത് ആഘോഷത്തിനും ഒരു എൻഡ് ഉണ്ടാവും. ഇപ്പൊ നബിയുടെ ജന്മദിനമാകട്ടെ, ഇത്തരം ഉറൂസുകളാകട്ടെ, ജാറങ്ങളിൽ നടക്കുന്ന പലതരത്തിലുള്ള ആഘോഷങ്ങളാകട്ടെ, അതിൻ്റെയൊക്കെ എൻഡ് പോകുന്നത്, അവസാനമായിട്ട് എത്തുന്നത് ഷിയാക്കളിലാണ്. ഷിയാക്കൾ തിങ്ങിപ്പാർക്കുന്ന കൺട്രികളിൽ നമ്മൾ ചെന്നാൽ അവിടെ നമുക്ക് താമസിക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഒരു ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ. ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് അവർ തെരുവിലിറങ്ങിയിട്ട് കാട്ടിക്കൂട്ടുന്ന നരനായാട്ടുകൾ, അവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ, ആളുകളെ ഇസ്ലാമിനെ കുറിച്ച് അപമതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ തകർക്കാൻ ഉണ്ടാക്കിയ പാർട്ടിയാണ് സത്യത്തിൽ അത്. ഇസ്ലാമിൽ ആദ്യമായിട്ട് ജാറം കൊണ്ടുവന്നവരാണ്, ഇസ്ലാമിൽ ആദ്യമായിട്ട് ജന്മദിനാഘോഷം കൊണ്ടുവന്നവരാണ്. അവരുടെ ഖലീഫയുടേതും അലി റളിയല്ലാഹു അൻഹു, ഹസൻ, ഹുസൈൻ, ഫാത്തിമ, ഖലീഫ, നബി, ഇങ്ങനെ 6 പേരുടെ ജന്മദിനം ഹിജ്റ 4-ാം നൂറ്റാണ്ടിനിപ്പുറം 4-ാം നൂറ്റാണ്ടിൽ അവരാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? ഒബൈദിയാക്കൾ എന്ന് പേരുള്ള സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് ഫാത്തിമിയാക്കൾ എന്ന് സ്വയം പേര് സ്വീകരിച്ച, അതായത് നബി കുടുംബത്തിക്ക് ഒരു ടച്ച് കിട്ടാൻ വേണ്ടി പേര് ഫാത്തിമിയാക്കൾ എന്ന് പേര് സ്വീകരിച്ച അവരാണ് ജന്മദിനാഘോഷങ്ങൾ തന്നെ തുടങ്ങി. ജന്മദിനാഘോഷങ്ങൾ തുടങ്ങി. അതിന് മുമ്പ് ഒരു ജന്മദിനാഘോഷമില്ല. മനസ്സിലായി? ഒരാളെ ജന്മദിനാഘോഷമില്ല. അവരാണ് ജന്മദിനാഘോഷങ്ങൾ തുടങ്ങിയത്. ഈ പറയപ്പെട്ട എല്ലാവരുടെയും ജന്മദിനാഘോഷം അവർ തുടങ്ങി. പിന്നീട് നബിയുടേത് മാത്രമാക്കി ഒതുക്കി, ബാക്കി എല്ലാവരും ഒഴിവാക്കി. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം ആഘോഷങ്ങളൊക്കെ ചെന്നെത്തുന്നത് ഒരിക്കലും ഇസ്ലാമിലല്ല, സ്വഹാബത്തിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആഘോഷിക്കുന്ന ആൾക്കാരെന്നെ പറയുന്നുണ്ട് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണ്. അത് നമ്മൾ പാടുമ്പോൾ പറയും ബാക്കിയും കൂടി പാടുമോലവേ. ബാക്കി എന്താ വെച്ചാൽ അന്ന് കുറെ കോയും ആടും ഒക്കെ അർത്ഥതും തിന്നതും ഒക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ 2 വരി ഉണ്ടാകുമ്പോൾ ബാക്കി പറയേണ്ട ആവശ്യമില്ല. കാരണം ഹിജ്റ 300-ന് ശേഷം വന്നു എന്ന് പറഞ്ഞാൽ ഖൈറുൽ ഖുറൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ഖുറൂനുൽ മുഫദ്ദല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം കൽപ്പിച്ച ആ ആദിമ തലമുറയ്ക്ക് പരിചയമില്ലെങ്കിൽ that is not Islam. فَإِنْ آمَنُوا بِمِثْلِ مَا آمَنْتُمْ بِهِ فَقَدِ اهْتَدَوْا. അവർ എങ്ങനെ വിശ്വസിച്ചുവോ അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ സന്മാർഗം സ്വീകരിക്കും. മനസ്സിലായില്ലേ? വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ സ്വഹാബത്ത് എൻ്റെ ഉമ്മത്തിന്റെ സംരക്ഷണമാണ്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിലായിക്കൊണ്ട് എന്നും എൻ്റെ ഒരു ജനത, ഒരു തലമുറ ഉണ്ടാവും. അപ്പൊ ആ ചങ്ങല എങ്ങനെ താഴറ്റുണ്ടാവും.
അപ്പൊ നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരം, നമ്മുടെ കർമ്മങ്ങളും അവിടെ മുട്ടണം. ഇവിടെ നിന്ന് ഇങ്ങനെ പഠിച്ചു പോയാൽ നബിയിലും സഹാബത്തിലും എത്തണം. ഫോർ എക്സാമ്പിൾ, സുബൈൻ്റെ മുമ്പ് 2 റക്അത്ത് നിസ്കാരം, അതിനെക്കുറിച്ച് പഠിച്ചാൽ എവിടെത്തും? നബിയിലെത്തൂലേ? ഖിയാമുൽ ലൈൽ എവിടെത്തും? നബിയിലെത്തൂലേ? റമദാനിലെ നോമ്പ് എവിടെത്തും? നബിയിലും ഖുർആനിലെത്തൂലേ? ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ എവിടെത്തും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തൂലേ? അങ്ങനെ ഓരോന്നും അവിടേക്ക് എത്തണം. അവിടേക്ക് എത്തൂലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ആയാൽ അത് ഇസ്ലാമല്ല, ഒരു മുസ്ലിമിന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് എത്ര പാടിപ്പറഞ്ഞാലും, എത്ര പുകയറ്റിയാലും, എത്ര ആരവങ്ങളോടെ, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തെല്ലാം പുതിയ പുതിയ സംഗതികൾ കൊണ്ടുവന്ന് ചെയ്താലും ശരി, സംഗതി ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ളലാലത്തും നരകത്തിലേക്കാണ്. അതുകൊണ്ട് എത്ര മഹത്വം! നബിയെ പുകയത്തല്ലേ, നബിയെ വാഴ്ത്തല്ലേ, നബിയെ സ്തുതിക്കല്ലേ, നബിയെ ഓർക്കല്ലേ, നബിയെ കുറിച്ച് മദ്ഹ് പറയല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷ്യം നന്നായാൽ പോരാ, മാർഗം കൂടെ നന്നാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ട് വേണം നബിയെ സ്നേഹിക്കാൻ. സ്നേഹിക്കുക എന്നുള്ള വാജിബാണ്, അല്ലേ? വാജിബല്ലേ? അതല്ല ഉമർ എന്ന് പറഞ്ഞ് ഉമറെ പൂർത്തിയായിട്ടില്ല എന്താ? വാജിബാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പാരൻസിനേക്കാൾ, സ്വന്തം മക്കളെക്കാൾ, അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഗതിയല്ലേ? പാരൻസ്, നമ്മുടെ ഫാമിലി, അവരെക്കാളും മറ്റാരേക്കാളും ഞാനായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അത് വാജിബാണ്. ആ വുജൂബ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണ്? റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ, സ്വഹാബത്ത് കാണിച്ചു തന്ന രൂപത്തിൽ. ഈ പറയുന്ന ആൾക്കാരൊക്കെ പറയേണ്ടത് തോന്നും, സ്വഹാബത്തിനൊന്നും നബിനോട് തീരെ സ്നേഹമില്ലേ? നബിന്റെ ചുറ്റും നിന്നിട്ടാണ് 70ഉം 80ഉം കുത്തേറ്റ് ഉഹദിൽ പെടഞ്ഞു വീണ് മരിച്ച തൊൽഹീം, സുബൈറും, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉഹദിൽ മരിച്ചു വീണ ആൾക്കാർ. ഒരു കാരൊക്കെ ചീന്ത പോലും നബിയുടെ ബർത്ത്ഡേന്റെ പേരിൽ കൊടുക്കാത്ത ആൾക്കാർ, ഒരു പുതിയ ഡ്രസ്സ് എടുക്കാത്ത ആൾക്കാർ. നിങ്ങൾ പക്ക പെരുന്നാളാണ്, ശ്രദ്ധിച്ചു നിങ്ങൾ. കുട്ടികൾക്കൊക്കെ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് എന്താണ് പോക്കൊക്കെ? നഅൂദുബില്ലാ. അപ്പം അത് ഒരിക്കലും ഇസ്ലാമല്ല. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സ്വഹാബത്തിലേക്ക് എത്താത്തതുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരുണ്ടെന്നുകൊണ്ട് ഇസ്ലാം ആവില്ല. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ ഒരു സ്പീച്ച് നിങ്ങൾ കേട്ടണോ അറിയില്ല. ഇസ്ലാമിൽ CH വലിയുള്ളാഹി പറഞ്ഞ ഒരാളുണ്ട്. അയാൾ കടലിലും കരയിലും ഭൂമിയിലും ഒക്കെ ആളുകളെ കാക്കും. അതുപോലെ ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്, ക്രൈസ്തവ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്. അപ്പം 3 മതത്തിലും ഇതിൻ്റെ ആൾക്കാരുണ്ട്. 3 മതത്തിലും പറയുന്ന ആള് സെയിം തന്നെയാണെന്ന്. അപ്പോൾ കുറേ ആളുകൾ കമന്റ് ഇട്ട് ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമിന്റെ പേര് വ്യാജം പറയുന്നതാണ്, ഇസ്ലാമിന് അങ്ങനെ പരിപാടിയല്ല എന്ന്. അപ്പോ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ പോലും ഇവരുടെ ഇത്തരം കാര്യങ്ങൾ കാരണമാവുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ പോലും ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസം, ഇസ്ലാം ഇത്ര മനോഹരമായ ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായ ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റിയ ശരിയായ ഒരു സ്ട്രൈറ്റ് വേ വരച്ച് കാണിച്ചു തന്ന ഇസ്ലാമിനെ ആകെ കൂടെ എല്ലാവരും കൂടെ കൂടിയിട്ട് കൊളാക്കിയേക്കാണ്. ഓരോരുത്തർ തൊള്ളി തോന്നിയൊക്കെ പറയാം. ഇപ്പൊ കല്യാണപ്പേരിലെ പാട്ടാണ് ഇപ്പൊ വിവാദം. ഓരോരുത്തർക്ക് തോന്നിയിട്ട് കണ്ട ഇസ്ലാമിനെ കണ്ട് പരിഹാസ്യമാക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിച്ചത് 2 ആഘോഷം മാത്രമാണ്. ബാക്കിയൊന്നും ഇസ്ലാമിന്റെ പേര് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇസ്ലാം ആകൂല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അതിലൊന്നും നമുക്ക് ഭാഗമാകാൻ പറ്റില്ല. ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ ചില ചിട്ടവട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ആഘോഷങ്ങൾ തന്നെ നമുക്ക് പറ്റൂലെങ്കിൽ പിന്നെ എങ്ങനെ അന്യമതസ്ഥരുടെ ആഘോഷം നമുക്ക് പറ്റും? വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, വല്ലദീന ലാ യശ്ഹദൂന സൂറ. ഇബാദുർ റഹ്മാന്റെ പ്രത്യേകതയാണ് വല്ലദീന ലാ യശ്ഹദൂന സൂറ. അവർ സൂറിന് സാക്ഷ്യം വഹിക്കുകയില്ല. സലഫി പണ്ഡിതന്മാരായ ഇബ്നു സീരീൻ, മുജാഹിദ്, അതുപോലെ തന്നെ റബീഉ ബിൻ അനസ് റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ അസൂർ എന്നതിന് കൊടുത്ത വിശദീകരണം എന്താ അറിയാം? അഅയാദുൽ കുഫാർ, സത്യനിഷേധികളുടെ ആഘോഷങ്ങൾ എന്നാണ്. സത്യനിഷേധികളുടെ ആഘോഷങ്ങൾ. അപ്പോൾ ചില ആഘോഷങ്ങളൊക്കെ നമ്മുടെ നാടിൻ്റെ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് മക്കളൊക്കെ നമ്മൾ അത് കഴിക്കരുത്, ഇതിന് പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ അത് കേരളത്തിന്റെ ആഘോഷമാണ് മോളെ എന്ന് പറയും. എന്നാൽ കേരളത്തിന്റെ ആഘോഷം തെളിയിക്കി, കേരളത്തിന്റെ ആഘോഷം തെളിയിക്കി. ആഘോഷങ്ങൾ ചെന്ന് മുട്ടുന്നത് സ്വാമിജിമാരുടെ പ്രസംഗം തന്നെയുണ്ട്. ഓണം
എന്താണ് അതിൻ്റെ പിന്നിലുള്ള വിശ്വാസം എന്ന്. സംസ്കൃതത്തിൽ ശ്രൊണ എന്ന പദമാണ് പിന്നീട് ഓണം ആയി മാറിയിട്ടുള്ളത് അല്ലേ. അന്ന് നമ്മൾ പിന്നെ ആരെയാണ് വീട്ടുകോലായിൽ കൊണ്ടുവന്ന് ഇന്ന ദൈവത്തെ വീട്ടുകോലായിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ദിവസമാണ് ഓണം അല്ലേ. ഇവിടെ താത്താര് പറയുന്നത് കേരളത്തിൻ്റെ ആഘോഷമാണ്. സാരിയൊക്കെ ചുറ്റിയാണ്ട് അസ്സലാം വലൈക്കും അറിയാൻ നിൽക്കുകയാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ വേരെവിടെയാണ്? ബഹുദൈവാരാധന അധിഷ്ഠിതമായിട്ടുള്ള ആഘോഷങ്ങളാണ്. അതുമായിട്ട് എങ്ങനെ ഒരു വിശ്വാസിക്ക് ഭാഗമാകാൻ പറ്റും? ലാ ഇലാഹ ഇല്ലല്ലയുടെ 8ാമത്തെ ഷർത്തായി പണ്ഡിതന്മാർ എണ്ണിയതാണ് അൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്. അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും നിഷേധിക്കുക. അള്ളാഹുവിൽ ഈമാൻ വെക്കുമ്പോൾ തന്നെ അള്ളാഹ്ക്ക് പുറമെയുള്ളവരിൽ കുഫർ വെക്കണം. നമ്മുടെ നിർബന്ധ ബാധ്യതയാണത്. അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റും? അതുകൊണ്ട് ഇതിന് ക്ഷണിക്കുന്ന, ഇതിന്റെ സദ്യ ഉണ്ടാക്കുക, അതിന് നമ്മൾ വിളിക്കുന്ന ആൾക്കാരെ നമുക്ക് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കാം. ഇസ്ലാം സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ഏകദൈവാരാധന അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിയമസംഹിതയാണ്. അതിൻ്റെ ഫോളോവേഴ്സിന് ഇതര ദൈവസങ്കല്പങ്ങളോടും മറ്റു കാര്യങ്ങളോടും യോജിക്കാൻ പറ്റില്ല. തൗഹീദ് പറയാനുള്ളൊരു അവസരം കൂടിയാണ്. എന്നിട്ട് എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ച ഉണ്ടാകും, പ്രശ്നമാവും, കുഴപ്പമാകും, വർഗീയത ഉണ്ടാവും. എല്ലാവരും ലയിച്ചാല വർഗീയത ഉണ്ടാകുക. ഓരോരുത്തരും അവരവരുടെ തനി സ്വഭാവം കാത്തു സൂക്ഷിച്ച കാലത്ത് ഇവിടെ ഒരു വർഗീയത ഉണ്ടായില്ല. വർഗീയത ബോധപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ച നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്തി പലയിടത്തും കലാപങ്ങൾ തുടക്കം കുറിച്ച് അതിനു വേണ്ടിയിട്ട് പിന്നണി പ്രവർത്തനങ്ങൾ എടുത്തപ്പോഴാണ് കുഴപ്പമുണ്ടായത്. ഗാന്ധിജിക്ക് അപ്പുറത്ത് മുസ്ലിമും ഇപ്പുറത്ത് ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ വർഗീയത എന്ന് പറയുന്നത് അതിനുവേണ്ടി ശട്ടം കെട്ടി ഇറങ്ങി പണിയെടുക്കുമ്പോൾ തന്നെ ഉണ്ടാകാനാണ്. ഇപ്പോൾ കേട്ടില്ലേ, മലപ്പുറം ഇന്ത്യയിലെ പിന്നെ പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞത് ആരാണ്? ആ മലപ്പുറത്ത് ജീവിക്കുന്ന നോൺ മുസ്ലിംസ് ആയ ഒരു അമ്മ അവർ പറഞ്ഞു, മലപ്പുറത്ത് ആളുകൾക്ക് വലിയ സ്നേഹമാണ്, എനിക്കിവിടെയാണ് ഇഷ്ടം, ഇതുവരെ ഒരാളും ഒരു ഉപദ്രവം ഉണ്ടായി. എത്ര സ്നേഹത്തോടു കൂടെയാണ് എല്ലായിടത്തും. മലപ്പുറം കോഴിക്കോട് ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത് ബോധപൂർവ്വം ഉണ്ടാക്കിയ ഹിറ്റ് ലിസ്റ്റിലെ ഒരു ജില്ലയായിട്ട് അതിനെ മാറ്റിയിട്ട് അതിനുവേണ്ടി അതാണ് പാലക്കാട് ജില്ലയിൽ ഒരു ആന ചെരിഞ്ഞപ്പോൾ മലപ്പുറത്ത് ആനയെ കൊന്നൂന്ന് വലിയ സംസ്ഥാന നേതാവ് ട്വീറ്റ് ചെയ്തത്. അത് നുണയാണെന്ന് മീഡിയകൾ പറഞ്ഞിട്ട് പോലും അയാൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണ് വർഗീയതയ്ക്ക് എന്ന് പറയുന്നത്. മനസ്സിലായി? അതിന് നമ്മൾ ആരും വേഷം കെട്ടണ്ട. എല്ലാ മുസ്ലിങ്ങളും ചർച്ചിൽ പോവുക, അമ്പലത്തിൽ പോവുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വരിക, എല്ലാവരും കുറെ പിന്നെ ഒരു കൊല്ലം ഹജ്ജിന് പോവുക, മറ്റേ കൊല്ലം മലക്ക് പോവുക, മറ്റേതിന് പോവുക, അതൊന്നും കാര്യമില്ല. മനസ്സിലായേ? നമ്മളായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് പരിക്കുണ്ടായാലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖൈറും ബറക്കത്തും നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം മാത്രമല്ല, നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളോട് ശരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരിക്കൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി നമ്മളോട് പറഞ്ഞു, സാർ നിങ്ങൾക്ക് സദ്യ ഇഷ്ടമാണ് ചോദിച്ചു. ഓ സദ്യ ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ട് വിളിച്ചോളിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ വരേണ്ടി കഴിഞ്ഞ അടുത്ത ദിവസം ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു, വീട്ടിൽ സദ്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്താ പരിപാടി? ആ പരിപാടി അറിയില്ല. പരിപാടി പറഞ്ഞാൽ നിങ്ങൾ വരില്ല. അപ്പോൾ ഓണല്ല, അവരുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലവും അവരുടെ ദേവാലയം ഇതൊക്കെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട എന്തൊരു പൂരം അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ അവരോട് കറക്റ്റ് പറഞ്ഞു എന്താണ് ഇസ്ലാം. ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ആകാശത്തെ ഭൂമിയെ സകല ചരാചരങ്ങൾ സൃഷ്ടിച്ച ഒരു പടച്ചോൻ. നിങ്ങൾ പറയുന്ന പടച്ചോൻ, നമ്മൾ പറയുന്ന പടച്ചോൻ, നിങ്ങൾ ഉണ്ടാക്കിയ പടച്ചോൻ, നമ്മൾ ഉണ്ടാക്കിയ പടച്ചോൻ, നിങ്ങൾക്ക് ഓക്സിജൻ തന്ന പടച്ചോൻ, ഞമ്മക്ക് ഓക്സിജൻ തന്ന പടച്ചോൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം അവൻ്റെ സൃഷ്ടികളാണ്. കല്ലും മരവും ശ്രീരാമനും യേശുക്രിസ്തു മുഹമ്മദ് നബിയും ഒക്കെ സൃഷ്ടികളാണെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് അതിനെതിരായ ഒന്നും നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്. അല്ല ചോറ് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, സദ്യ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, കേക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. അതുകൊണ്ട് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ആ സമീപനം സ്വീകരിച്ച് ആളുകളെ കൺവിൻസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ക്രിസ്മസിൻ്റെ കേക്ക് പിന്നെ മെഡിസിൻ്റെ റപ്പുമാർ ഡോക്ടർമാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ആരോ പറഞ്ഞത്ര കഴിക്കാൻ പറ്റുമെന്നൊക്കെ. ഇത് മസ്ലഹത്തിന് വേണ്ടി കഴിക്കാം, ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി കഴിക്കാം, അയൽവാസി ബന്ധം മുറിയാതിരിക്കാൻ വേണ്ടി കഴിക്കാം എന്നൊക്കെയാണ് പറയുന്നത്.
അങ്ങനെ കഴിച്ചിട്ടൊന്നും അയൽവാസി ബന്ധം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എത്രങ്ങാനും കഴിക്കുക, ഇഷ്ടം പോലെ കഴിച്ചൂടെ? ഓസി കിട്ടുന്ന മുണുങ്ങിയാണ്ട് മാത്രം ബന്ധം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പണ്ഡിതന്മാർ ചോദിക്കുന്നത് തഹ്നിയത്ത് ആശംസ നേരാൻ പറ്റുമോ ഇത്തരം ആഘോഷങ്ങൾക്ക് വേണ്ടി? അപ്പോൾ ചോദിക്കുന്നത്, അള്ളാഹ്ക്കൊരു കുട്ടിയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ആ കുട്ടിയുടെ ജന്മദിനം അതിനൊരു ആശംസ നേരാൻ ഒരു പടച്ചോൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെ പറ്റുക? അതല്ലേ സത്യ ക്രിസ്മസ് അല്ലേ? ആകാശം വിണ്ടുകീറുകയും ആകാശം പൊട്ടിപ്പിടരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യാൻ മാത്രം ഗുരുതരമായ വാദമാണ് റഹ്മാനി വലദ വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. അല്ലാഹുവിന് ഒരു കുട്ടിയുണ്ട് എന്ന വാദം അല്ലാഹു ഒരിക്കലും ഒരു കുട്ടിയെ സ്വീകരിക്കുന്നത് യോജിച്ച കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എൻ്റെ അടിമകൾ എന്നെ നോവിക്കുന്നു എന്ന് പറഞ്ഞത്. എൻ്റെ അടിമകൾ എന്നെ നോവിക്കുന്നു. പടച്ചോനെ പീഡിപ്പിക്കലാണ് സത്യത്തിൽ പടച്ചോനൊരു കുട്ടിയുണ്ട് എന്ന് വാദിക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുക. എങ്ങനെയാണ് അതുമായിട്ട് സമരസപ്പെട്ടു പോകാൻ പറ്റുക? ഈസാ നബി നമുക്ക് നബിയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആദരിക്കണം. മറിയം റളിയല്ലാഹു അൻഹ നമുക്ക് മാതൃകയാണ്. വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹ. അല്ലേ? മറിയം നമുക്ക് മാതൃകയാണ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മാതൃകയായി കാണിച്ചുന്ന രണ്ട് പെണ്ണുങ്ങളാണ്. ഒന്ന് ആസിയ ബിൻത് മുസാഹിം, രണ്ട് മറിയം റളിയല്ലാഹു അൻഹ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നബിയാണ്. അതിലൊന്നും നമുക്കൊരു കംപ്ലൈന്റ്, ഒരു സംശയവുമില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് ലഭിച്ച വേദഗ്രന്ഥത്തിൽ നമ്മളും വിശ്വസിക്കുന്നു. പക്ഷെ അവിടെ നിങ്ങട്ട് ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹും ബയ്യിന. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അറിയാം ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട്. പക്ഷെ ആ പ്രവാചകൻ ബയ്യിനത്തുമായിട്ട് വന്നിട്ടും അവർക്ക് അവരുടെ വിശ്വാസം ഉപേക്ഷിച്ച് അവരുടെ വേദങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ആ നബിയിൽ വിശ്വസിക്കാനായില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അവർ അതിൽ നിന്ന് വിരമിച്ച് നബിയിൽ വിശ്വസിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ ആ പാതയിൽ മൂസാ നബിയുടെ, ഈസാ നബിയുടെ പാത പിന്തുടർന്ന മുഹമ്മദ് നബിയുടെ പാതയിലാണ് നമ്മൾ. ഇതിപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് വേണ്ടത്. പലപ്പോഴും പല ആഘോഷങ്ങളുടെയും പിന്നിൽ ഇത്തരം ആളുകൾ തന്നെയാണ്. ഇപ്പം ന്യൂ ഇയർ ആഘോഷം, ന്യൂ ഇയർ ആഘോഷത്തെ കുറിച്ച് പിന്നെ ഇബ്നു റജബ് ഹംബലി റഹ്മഹുല്ലാഹ് പറഞ്ഞെന്താ അറിയോ? തന്നിലൂടെ കടന്നു പോകുന്ന വർഷങ്ങളുടെ എണ്ണപ്പെരുപ്പം കൊണ്ട് സന്തോഷം അടയുന്നവനെ യഥാർത്ഥത്തിൽ നീ സന്തോഷിക്കുന്നത് നിന്റെ കുറഞ്ഞുപോയ ആയുസ് കൊണ്ടാണ്. അതായത് ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ പുതിയത് വരികയാണ്, ന്യൂ ഇയർ എന്നാണ് നമ്മൾ സത്യം പറയുന്നത്. സത്യത്തിൽ സ്റ്റോക്ക് തീരുകയാണ്. 1000 റുപ്യ കയ്യിലുള്ളവന് ഇനി ആകെ 100 റുപ്യ കയ്യിലുള്ളൂ. എന്ന് പറയുമോ? പൊട്ടനല്ലോ അങ്ങനെ ആക്കിയ. കരഞ്ഞൊരിടത്ത് ആകെ 100 റുപ്യ ഉള്ളൂ. പടച്ച നമുക്ക് തന്ന ആയുസ് കുറഞ്ഞു പോവാണ്. ഒരു പുതിയ വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പരിധിയിലേക്ക്, നമ്മുടെ ഒരു സമയത്തേക്ക് നമ്മൾ അടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അതുകൊണ്ട് തന്നെ പിന്നെ ഇത്തരം ആഘോഷങ്ങൾ ഇത് വലിയൊരു സംഭവമായിട്ട് കൊണ്ടെടുക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കരണീയമായൊരു കാര്യമല്ല. പിന്നെ ഒരു വിശ്വാസം എപ്പോഴും ചെയ്യേണ്ട എന്താ? കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുക, ഇങ്ങനെ പോയാൽ മതിയോ എന്ന് ആലോചിക്കുക, എവിടെയൊക്കെ മാറ്റം വരണമെന്ന് ആലോചിക്കുക, നമ്മൾ അശ്രദ്ധ കാണിക്കുന്ന, നമ്മൾ സൂക്ഷ്മത കുറവ് കാണിക്കുന്ന വിഷയങ്ങളൊക്കെ സൂക്ഷ്മത കാണിക്കുക, അല്ലേ? പഠിച്ചോനെ ഇനി എനിക്ക് സമയം കുറവാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളതിൽ ഒന്നും കൂടെ നന്മയിൽ മുന്നോട്ട് പോകും. അതല്ലേ നമുക്ക് മിമ്പറിൽ നിന്ന് കിട്ടുന്ന ഉപദേശം. പുതിയൊരു വർഷം വരുമ്പോൾ നമ്മളെന്താ ഓതുന്ന ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയത്? 2024 365 ദിവസം കഴിഞ്ഞു. എന്തിനാണ് ആ മണിക്കൂറുകൾ ഉപയോഗിച്ചത്? എന്തിനാണ് ആ സമയം ചിലവഴിച്ചത്? അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ. ഇനി എത്ര കാലം ഉണ്ടാവും പഠിച്ചോനെ എന്നറിയില്ല. അതുകൊണ്ട് ഇനിയുള്ള ബാലൻസ് എങ്കിലും ഉഷാറാക്കണം എന്നൊരു തീരുമാനമെടുക്കാൻ, പുതിയ പദ്ധതികളും പ്ലാനുകളും ഉണ്ടാക്കാൻ, അതിനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉപകാരപ്പെടുത്തേണ്ടത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എത്ര പുതുവർഷങ്ങൾ വന്നു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ആഘോഷിച്ചോ? ഇല്ലല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എങ്ങനെ സമീപിച്ചു? അതിൻ്റെ സമയത്തിൻ്റെ, മാസങ്ങളുടെ, ഇതിൻ്റെയൊക്കെ വാല്യൂ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല അവരൊക്കെ ഈ ദുനിയാവിൽ കിട്ടണീൻ്റെ പിന്നാലെ കെട്ടിമറിയായിരുന്നില്ല. ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഇതിലൊക്കെ വലിയ സംഭവം. കുറേ തിന്നണം, കുറേ ചൊറുക്കും കട്ടി നടക്കണം, കുറേ നല്ല വേഷം മാറി ആളുകൾക്കിടയിൽ ഇങ്ങനെ പത്രാസ് കാണിച്ച് നടക്കണം. നമ്മളതിനല്ലല്ലോ ഒരുങ്ങണേ. നമ്മളോട് എന്തിനാ ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞത്?
നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പരലോകത്തിന് വേണ്ടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർജിത സ്വത്ത് അല്ലെങ്കിൽ സക്കാത്തിന്റെ സ്വത്ത് പാവങ്ങൾക്ക് വീതം വെക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, ഇത് കിട്ടിയാൽ ഞങ്ങളുടെ വിശപ്പടക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിന്റെ സ്വാപത്തിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, നിങ്ങൾ സന്തോഷത്തിലാണല്ലേ? എന്നാൽ നിങ്ങൾ അറിഞ്ഞോളേ, നിങ്ങൾക്ക് ഫഖർ വരുന്നതിന് ഞാൻ ഭയക്കുന്നില്ല. നിങ്ങൾക്ക് ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും തുറക്കപ്പെടുന്നതിനെയാണ് എനിക്ക് ഏറ്റവും വലിയ ഭയം എന്ന്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെ എത്ര കറക്റ്റാണ് എന്ത് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം. എന്താ പ്രയോഗിച്ചത്? വല തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോണ്ടാൻ. അതായത് മറ്റൊരുത്തൻ്റെ സൗകര്യം കാണുമ്പോൾ, ഓൻ്റെ ആറക്കം ശമ്പളം കാണുമ്പോൾ ഞമ്മക്ക് ഇങ്ങനെ തോന്നല്, ഓനൊക്കെ എത്ര ഭാഗ്യവാനല്ലേ. ഓൻ്റെ സൗകര്യം കാണുമ്പോൾ ഞമ്മക്കൊരിളക്കം, മറ്റുള്ള പല ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഞമ്മക്കൊരു മോഹം. അതുകൊണ്ടാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടേണ്ട ഈ ദുനിയാവിനുണ്ട് പറഞ്ഞത്. ഈ ദുനിയാവല്ല നമ്മുടെ എയിം. എന്നാൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വഞ്ചിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഒരു പരലോകവും ഒരു സ്വർഗവും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ജനിക്കണേൻ്റെ പിന്നെ ഉമ്മൻ്റെ ഗർഭത്തിൽ 4 മാസമായപ്പോൾ തന്നെ നമുക്കുള്ള ഏജ് വർഷം പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ എന്ന് പറയുന്നത് ആയുസ്സിലെ നഷ്ടമാണ്. ഖബറിലേക്കുള്ള ദൂരം കുറയാണ്, മരണം അടുത്തു വരികയാണ്. അതാണ് നമുക്കതിലുള്ള ചിന്ത എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത്തരം ആഘോഷങ്ങൾ, ഇതര മതസ്ഥരുടെ ആഘോഷങ്ങൾ, അതുപോലെ തന്നെ പൊതുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ, പിന്നെ കല്യാണങ്ങളുടെയും മറ്റുമൊക്കെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ, ഇതൊന്നും ഇസ്ലാം നമുക്ക് അനുവദിക്കുന്നില്ല. മക്കൾ ഉണ്ടാകുമ്പോൾ സന്തോഷമാണ്. മക്കളുണ്ടായാൽ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ മക്കളുണ്ടായതിലെ ശുക്ർ നമുക്ക് പ്രകടിപ്പിക്കാം. മക്കൾക്ക് അക്കീക്ക ഇറക്കാം, അത് നമുക്ക് തിന്നാം, മറ്റുള്ളവർക്ക് തീറ്റിക്കാം, പാവങ്ങൾക്ക് വിതരണം ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷേ നമ്മുടെ സ്വന്തത്തിൻ്റെയോ നമ്മുടെ മക്കളുടെയോ ഏതെങ്കിലും ഒരാളുടെയോ ജന്മദിനം അതിങ്ങനെ വർഷാവർഷം കൊണ്ടാടുക എന്നത് ഇസ്ലാം പറയില്ല. ഇസ്ലാം സമ്പൂർണ്ണമാണ്. ആ ഇസ്ലാം സമ്പൂർണമായ ഇസ്ലാമിൻ്റെ ഫോളോവേഴ്സിന്, മുസ്ലിംസിന് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന വിഷയത്തിൽ പ്രവാചകനിലോ സ്വഹാബത്തിലോ ഒരു മാതൃകയില്ല. നബി 23 കൊല്ലം ജീവിച്ചിട്ട് എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും അല്ലെ? എത്ര പിഞ്ചു കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൈ കൊണ്ടിടുന്നതിന്, നബിന്റെ മടിയിലിരുത്തിയാണ്. പക്ഷെ ഇവരൊന്നും ബർത്ത്ഡേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടേ ഇല്ല. 23 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുണ്ടായി, നബി കുട്ടികളുണ്ടായില്ലേ? നബിക്ക് 7 മക്കളുണ്ടായി, 3 ആൺകുട്ടികൾ മരിച്ച് 4 പെൺകുട്ടികളുണ്ടായി. ഈ 4 പെൺകുട്ടികളുടെ ബർത്ത്ഡേ നബി ആഘോഷിച്ചോ? നബിയുടെ സ്വന്തം ബർത്ത്ഡേ ആഘോഷിച്ചില്ല, നബിയുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല. നബിയുടെ പേരക്കുട്ടികൾ ഹസനും ഹുസൈനും തുടങ്ങിയിട്ടുള്ള പേരക്കുട്ടികൾ, പിന്നെ നബിയുടെ സംരക്ഷണത്തിൽ വളർന്ന എത്രയോ യത്തീം കുട്ടികൾ, നബിയുടെ സ്വഹാബത്തിന്റെ മക്കള്, ഇവരുടെയൊക്കെ മക്കൾക്ക് ബർത്ത്ഡേ ഉണ്ടായില്ലേ? ജന്മദിനം ഇങ്ങനെ വർഷാവർഷം ഉണ്ടായില്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് എന്തിനും പറഞ്ഞു ഇല്ല. ഇബ്രാഹിം മരിച്ചപ്പോൾ സൂര്യന് ഗ്രഹണം ബാധിച്ചു. ആളുകൾ പറഞ്ഞു സൂര്യനും ചന്ദ്രനും പോലും ദുഃഖാർത്ഥമാണ്, ദുഃഖത്തിലാണെന്ന് പറഞ്ഞപ്പോൾ നബി മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു അതൊക്കെ പടച്ചോന്റെ ദൃഷ്ടാന്താണ്. ഒരാളുടെ ജനനം കൊണ്ടോ ഒരാളുടെ മരണം കൊണ്ടോ അവയ്ക്കൊന്നും ഗ്രഹണം ബാധിക്കില്ല. ജനന മരണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്, അതങ്ങനെ നടക്കും. അതിൽ പ്രത്യേകിച്ച് വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ഒരു കുട്ടി ജനിച്ചാൽ എന്തെല്ലാം ചെയ്യണമെന്ന് ഇസ്ലാം കറക്റ്റ് പഠിപ്പിച്ചെന്ന്. ഒരു കുട്ടി ജനിച്ചാൽ എന്തെല്ലാം ചെയ്യണം, ജനിക്കും മുമ്പ് എന്തെല്ലാം ചെയ്യണം, ജനിച്ചാൽ എന്ത് ചെയ്യണം എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് പാലിച്ചാണ് വിശ്വാസം. അതിലൊന്നും എന്തില്ല, ബർത്ത്ഡേ ആഘോഷം അത് വലിയ സംഭവമാക്കി അതിനും ഇതേ പറഞ്ഞ റൂമൊക്കെ ബുക്ക് ചെയ്ത് കേക്കൊക്കെ വലിയ കേക്കൊക്കെ ഓർഡർ ചെയ്ത് ബർത്ത്ഡേ എന്ന് മറ്റേ ഒരു അലങ്കാരത്തിലൊക്കെ എഴുതി അതിന് കുറെ വെടി പൊട്ടിച്ച് അതിനും കുറെ മ്യൂസിക്കും കുറെ പാട്ടും കുറെ ചാട്ടും കുറെ തീറ്റി. അത് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം അതൊക്കെ തുടങ്ങി വെച്ചത് നേരത്തെ പറഞ്ഞ ആൾക്കാരാണ്. ന്യൂ ഇയർ ആകട്ടെ, ബർത്ത്ഡേ ആകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, ഇതൊക്കെ തുടങ്ങി വെച്ചത് ഈ പറയപ്പെട്ട ആൾക്കാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് തന്നിട്ടില്ല, തത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെ പിൻപറ്റും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ കണ്ണും പൂട്ടി നിങ്ങളും കയറും. സ്വഹാബത്ത് ചോദിച്ചു നബിയെ അൽ യഹൂദു വൻ നസ്വറ, അവരെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? റസൂൽ പറയാം ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? നിങ്ങൾ ഇസ്ലാം അല്ലാത്ത
പലതിനെയും പിൻപറ്റുന്ന സാഹചര്യം ഉണ്ടാവും. ഓൽക്കുണ്ട് ഉണ്ണി യേശു, അപ്പം ഞമ്മക്കുമാണ് ഒരു ഉണ്ണി മുഹമ്മദ്. ഓൽക്കുണ്ട് ക്രിസ്മസ്, ഞമ്മക്കുമാണ് നബിൻ്റെ ഒരു ബർത്ത്ഡേ, അല്ലേ? ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെടാകട പിടിക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, നമ്മളല്ലാത്ത മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. നമ്മളെ അല്ലാതെ മറ്റൊരുത്തനെ, മറ്റൊരു വിഭാഗത്തെ ഫോളോ ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ലാ തശബ്ബഹു ബിൽ യഹൂദ് വലാ ബിൻ നസാറ, നിങ്ങൾ ഇവരെ രണ്ട് കൂട്ടരെയും അവരുമായിട്ട് സാദൃശ്യപ്പെടരുത്. അപ്പൊ ഇത്തരം ആഘോഷങ്ങളൊന്നും ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. ഒരാൾ കല്യാണം കഴിച്ച രാത്രിയിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ പ്രവാചകൻ സ്വലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലേ? ഭാര്യയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കാം, എപ്പോഴും കൊടുക്കാം, ഇപ്പൊ പോകുമ്പോഴും വാങ്ങിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. കല്യാണത്തിന്റെ ദിവസം അവർ തമ്മിൽ ഒരുമിച്ച് നിസ്കരിക്കണം, തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കണം, മധുരം കഴിക്കണം, സ്നേഹം പങ്കുവെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡിസംബർ 28-നാണ് നമ്മുടെ കല്യാണം. അതുകൊണ്ട് അന്ന് ഞമ്മക്കൊരു പരിപാടി, അന്ന് എല്ലാവരും ഒന്ന് വിളിച്ചിട്ടൊരു സൽക്കാരും അതും ഇതും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം നിശ്ചയിക്കാത്ത ഒരു പ്രത്യേക സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു പ്രത്യേക ആഘോഷം, ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് വെഡിങ് ആനിവേഴ്സറിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, അത് അനുവദനീയമല്ല, അത് അവിശ്വാസികളുടെ പണിയും അവരോട് സാദൃശ്യപ്പെടലുമാണ്, അത് നമുക്ക് അനുവദിച്ചതല്ല. അപ്പൊ അതും തുടങ്ങിയ ആൾക്കാരാരാണ്? ഈ പറയപ്പെട്ട ഇസ്ലാമിക പാരമ്പര്യത്തിൽ വന്ന കാര്യമല്ല അത് എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തിനാ അപ്പം അതൊക്കെ നോക്കേണ്ട ആവശ്യം? അത് നോക്കേണ്ട ആവശ്യമുണ്ട്. അത് നോക്കണം. എന്താണ് അത്? നമ്മൾ കുടുസമായി ചിന്തിക്കുക, നമ്മൾ വർഗീയമായി ചിന്തിക്കുക, നമുക്ക് നമ്മുടേത് എന്ന ആ ഒരു അർത്ഥത്തിൽ അല്ല. ഇതൊക്കെ നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മത്തിൽ നമ്മുടെ മാതൃകയും അതൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. തൗഹീദ് നമ്മുടെ വിശ്വാസമാണ്, മുഹമ്മദ് നബി നമ്മുടെ മാതൃകയാണ്. ആ മാതൃകയല്ലാത്ത മാതൃകകളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തെയാണ് എല്ലാം ബാധിക്കുക. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ കുഫ്രിനോട്, ഷിർക്കിനോട് നമുക്കൊരു ലാഘവത്വം വരും. അതുമാകാം, ഇതുമാകാം, അതും ശരി, ഇതും ശരി എന്ന ആ ഒരു സർവമത സത്യവാദം, ആ ചിന്തയിലേക്ക് നമ്മൾ പോകും. പിന്നെ എല്ലാം ആയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ലജ്ജ നീങ്ങും. ലജ്ജ നീങ്ങുമ്പോൾ നമ്മുടെ ഈമാൻ തന്നെ പോകും. കാരണം അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാന്റെ ഭാഗമാണ് ലജ്ജ. ഈ ലജ്ജയില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ മുഴുകിക്കഴിഞ്ഞാൽ ഈമാൻ തന്നെ ബാത്തിലാവുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വിവാഹ വാർഷിക ദിവസം ഭർത്താവും ഭാര്യയും സമ്മാനങ്ങൾ കൈമാറൽ അനുവദനീയമല്ല. മനസ്സിലായോ? വിവാഹ വാർഷിക ദിവസം, കാരണം അവർ അതിനെ ഒരു ആഘോഷമായി സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസത്തെ ആഘോഷമായി സ്വീകരിക്കാൻ നമുക്ക് മാതൃകയില്ല. എന്നാൽ വിവാഹ രാത്രിയിലോ വിവാഹ സുദിനങ്ങളിലോ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. വിവാഹ സുദിനത്തിൽ സമ്മാനം കൊടുക്കാം, മനസ്സിലായല്ലേ? ഡ്രസ്സ് വാങ്ങി കൊടുക്കാം, എല്ലാവർക്കും ഭക്ഷണം വലീമ അത് കൊടുക്കാം, എല്ലാവരും വിളിച്ചുകൂട്ടാം. കല്യാണത്തിന്റെ രാത്രിയിലും കല്യാണത്തിന്റെ പിറ്റേന്നും കല്യാണവുമായി ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? സമ്മാനങ്ങൾ കൊടുക്കാനും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ അനുവാദമുണ്ട്. എന്നാൽ ഒരു വർഷത്തിൽ ആ ദിവസം എത്തുമ്പോഴൊക്കെ ആഘോഷിക്കുക എന്നത് അനുവദനീയമല്ല. സംഭവം ഇതൊരു അനുഗ്രഹം കൂടിയാണ്. കാരണം ഈ കണ്ണ് കണ്ട എല്ലാ ചണ്ടിയും ചവറൊക്കെ ആഘോഷിക്കാൻ നിൽക്കുകയാണെങ്കിലേ പോക്കറ്റിൽ എപ്പോഴും KSRTCന്റെ ടിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ പടച്ചോൻ എല്ലാ പാവങ്ങൾക്കും എല്ലാ പൈസക്കാർക്കും ഒക്കെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റിയ നിയമങ്ങളെ തന്നിട്ടുള്ളൂ. പ്രാക്ടിക്കലായിട്ടുള്ള നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത്. അതുകൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ബേസിക്കലി നമുക്ക് അനുവദിച്ചത് രണ്ട് ആഘോഷങ്ങളാണ്. എന്നാൽ നമുക്ക് സന്തോഷിക്കാവുന്ന നിമിഷങ്ങളുണ്ട്. ഒരാൾക്ക് മാർക്ക് നല്ല ഫുൾ A+ കിട്ടി, ആ കുട്ടിയെ നമുക്ക് പിന്നെ തഹനിയത്ത് നടത്താം, ആ കുട്ടിക്ക് നമുക്ക് ആശംസ നേരാം, ആ കുട്ടിക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം. ഒരാളുടെ ഒരു വീട് കുടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞു, അതിന്റെ സൽക്കാരം നടത്താം. ഒരാൾക്കൊരു കുട്ടി ഉണ്ടായി, ആ സന്തോഷം നമുക്ക് പങ്കുവെക്കാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ
ആഘോഷമായിട്ട് സ്വീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 2 ഈദാണ് നൽകിയിട്ടുള്ളത്. അത് ഏറ്റവും ഖൈറാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതാണ് ഖൈറ്. നബിന്റെ അപ്പുറത്തേക്ക് ഒരു ഖൈറ് പറയാൻ മാത്രം നമ്മൾ ആരുമല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയ്യ് കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഏതെങ്കിലും ഒരാളല്ല, വഹയ്യ് കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പലതും സമൂഹത്തിലുള്ള പലതും അനിസ്ലാമികമായിട്ടുള്ളതാണ്, ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പലതും സുഖിക്കാനും ആനന്ദിക്കാനും ഉല്ലസിക്കാനും തോന്നിയാസങ്ങളിൽ മുഴുകാനും ആഗ്രഹിക്കുന്നവർ തുടങ്ങി വെച്ചതാണ്. എസ്പെഷ്യലി ഈ കല്യാണത്തിന്റെ മുമ്പും പിമ്പും ഒക്കെ നടക്കുന്ന കുറേ സാധനങ്ങൾ കണ്ടാൽ തന്നെ അറിയാലോ. ബീറും കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടുള്ള പരിപാടി. മുസ്ലിം കുട്ടികളെ തട്ടിട്ടാണ്ട് ബീറൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് കുടിച്ച് എന്താ ഇതിനൊരു കയ്പ്, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് കൗമിന്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ തുബ ലിൽ ഖുറബ, തുബ ലിൽ ഖുറബ, ഖുറബാകൾക്ക് മംഗളം. എന്താണ്? ബദ അൽ ഇസ്ലാം ഗരീബൻ വസയഊദു കമാ ബദ. ഇസ്ലാം അപരിചിതമായ ഒരു അന്തരീക്ഷത്തിലാണ് തുടക്കം കുറിച്ചത്. അതൻ നബി മുതൽക്കേ പറഞ്ഞു വന്ന തൗഹീദ് മക്കക്കാരോട് വന്ന് നബി പറഞ്ഞപ്പോൾ എന്താ അവർ പറഞ്ഞ്? ഹാദാ ശൈഉൻ അജീബ്, ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ, പുതിയ വിഷയമാണല്ലോ, അനക്കൊടുന്നപ്പോൾ കിട്ടിയത്. അപ്പോൾ കേട്ടിട്ടേ അല്ലാത്ത പോലെ ബദ അൽ ഇസ്ലാം ഗരീബൻ വസയഊദു കമാ ബദ, അതേ അവസ്ഥയിലേക്ക് ഇത് മടങ്ങും. വലിയ പ്രശ്നം തരങ്ങൾ ഇതര മതസ്ഥരൊന്നല്ല, ഓൽക്കൊക്കെ ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഓൽക്കൊക്കെ ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ സ്കൂളിൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ മോശപ്പെട്ട മ്യൂസിക് കണ്ടന്റ്, അങ്ങനെ സിനിമയുടെ കണ്ടന്റുകൾ, മോശപ്പെട്ട ഡ്രസ്സ് കോഡുകൾ, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കും. അപ്പോൾ സ്ക്രീനിലിടാനുള്ളൊരു സാധനം കണ്ടപ്പോൾ ഒരു നോൺ മുസ്ലിമായ ടീച്ചർ ഇത് പറ്റൂലായിരുന്നു. അപ്പം നിന്നോട് പറയാണ്, ഞാനിപ്പോൾ നിങ്ങളായി മാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മനസ്സിലാത്തവർക്കറിയാം. എനിക്ക് നമ്മളെ കോമന് കാട്ടുക്ക് പണ്ട് അഷ്റഫ് ഖാറിൻ്റെ കഥയാണ്. കാട്ടുക്ക് ഒരാൾ ഒരു മരം വെട്ടുകാരൻ വരികയാണ് മരം മുറിച്ചാനേ. അപ്പോൾ മരങ്ങളൊക്കെ പേടിച്ച് ആകെ വിറക്കാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു മരം മറ്റേ മരങ്ങളോടൊക്കെ പറഞ്ഞു, പേടിക്കണ്ട, അയാളെ കയ്യിൽ താഴി മാത്രമേ ഉള്ളൂ. താഴി എന്നല്ല തലഭാഗം അല്ലേ, എന്ന് പറയല്, താഴി തന്നെ പറയും. ഓക്കെ, താഴി മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അതിന് പിടിയായി കൊടുത്താൽ നമ്മളൊക്കെ പോവും. അല്ല, നിങ്ങൾ നിൽക്കേണ്ടടുത്ത് നിന്നാൽ ഒരു പ്രശ്നമില്ല, അയാൾക്ക് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ മാപ്പിളാരാണ്. പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അങ്ങനെയാണ്. ഏതാഘോഷം വന്നാൽ കണ്ടില്ല നിങ്ങൾ അണിഞ്ഞൊരുങ്ങി എന്താ പോലെയൊക്കെ ഒരു സാറല്ലേ. ഓരൊക്കെ വിചാരം എന്താ വെച്ചത്, ഞമ്മക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്തന്നാ. ഇതിപ്പോൾ ഓർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞമ്മക്കും ചെയ്തൂടെ? ഓരോരുത്തുള്ള സാധനമൊക്കെ നമ്മളെടുത്തൂല്ലേ? ഒരു പക്ഷെ ഓരോരുത്തുള്ളതിനേക്കാളും ചിലപ്പോൾ നമുക്കുണ്ടാവും. ചെയ്യാത്ത എന്താ? ഇത് നമുക്ക് പറ്റൂല എന്നുള്ളതാണ്. അവനവൻ്റെ ഐഡന്റിറ്റിയിൽ നിൽക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എവിടെയും ആദർശം പണയപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? ഉഹുദിന്റെ മലമുകളിൽ നിന്ന് ഖാലിദ് ബിൻ വലീദും അബൂ സുഫിയാനും ഉറക്കെ പിടിച്ചു പറയാണ്, മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടോ? ഉമർ ഇങ്ങനെ പിടിച്ചു നിൽക്കുക, പറയാന് ഉണ്ട് എന്ന് പറയാനേ, കാരണം ധൈര്യമാണത്. പ്രവീറിന് മിണ്ടണ്ടായിരുന്നു. അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടോ? മിണ്ടണ്ടായിരുന്നു. ഉമർ ജീവിച്ചിരിപ്പുണ്ടോ? മിണ്ടണ്ട. അങ്ങനെ ഓരോരുത്തരുടെയും പേര് വിളിച്ചു ചോദിച്ചു, ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. മിണ്ടണില്ല. അബൂ സുഫിയാൻ ഉഹുദിന്റെ മോളിൽ നിന്ന് പറയാണ്, അവരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. കാരണം മിണ്ടണില്ലല്ലോ. അവരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. അപ്പം കണ്ട് ശിർക്ക് ശക്തിപ്പെടുകയാണ്. ഇവരൊക്കെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ശിർക്കുണ്ട്, ശക്തിപ്പെടാണ്. അപ്പൊ അബൂ സുഫിയാൻ വിളിച്ചു പറയാണ്, ലനൽ ഉസ്സ, ഹുബൽ ഉയരട്ടെ, ഹുബൽ ഉയരട്ടെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറുപടി എടുക്കുകയായിരുന്നു അബൂബക്കറിനോട്, അല്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അഅല വ അജൽ, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, ഹുബലല്ല. അപ്പൊ മലന്റെ അവിടുന്ന് മോളിന്ന് ഇങ്ങോട്ട്, ലനൽ ഉസ്സ ലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഔലിയാക്കളുണ്ട് അതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് ഔലിയാക്കളുണ്ട്, നിങ്ങൾക്ക് ഔലിയാക്കളില്ല എന്നതിൻ്റെ അർത്ഥം. ലനൽ ഉസ്സ, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. അപ്പോഴും നബി ഉമറിനോട് പറഞ്ഞു, ഉമറെ മറുപടി കൊടുക്കുകയായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്ത്?
അല്ലാഹു മൗലാന ലാ മൗലാലക്കും, ആകാശത്തെയും ഭൂമിയെയും പടച്ച് പരിപാലിക്കുന്ന പടച്ചോൻ ഞങ്ങളുടെ മൗലയാണ്. അങ്ങനത്തെ ഒരു മൗല നിങ്ങൾക്കില്ല, അങ്ങനത്തെ ഒരു രക്ഷാധികാരി നിങ്ങൾക്കില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? നബിയും അബൂബക്കറും ഉമറും ഉസ്മാനൊക്കെ ജീവിച്ചിരിപ്പുണ്ട് വെച്ചപ്പോൾ ഉണ്ടാക്കാൻ പറഞ്ഞ റസൂലുള്ള ഷിർക്ക് അവിടുന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ പ്രതികരിക്കാൻ പറഞ്ഞു. ദിസ് ഈസ് ഇസ്ലാം. ഇസ്ലാം ആദർശത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇസ്ലാം ഇത് താൽക്കാലികമായ ലോകമാണെന്നും ഇതിനപ്പുറത്ത് സ്വർഗമുണ്ടെന്നും പഠിപ്പിക്കുന്ന അതാണ്. അതുകൊണ്ട് ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വേണം പോകാൻ. ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള പോളിസി ഉണ്ടാവില്ലേ? അവിടുത്തെ യൂണിഫോം, അവിടുത്തെ വർക്കിംഗ് ടൈം, അവിടുത്തെ സ്റ്റാഫിന് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ തോന്നിയമാതിരി അടക്കം പറഞ്ഞാൽ ആരെയും പോയിട്ട് അങ്ങനെ ഞാൻ സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് എയർപോർട്ട് പോയിട്ട് അവിടെ കയറി പോയിട്ടുണ്ട്. ആരെങ്കിലും നേരെ ഫ്ലൈറ്റിൽ പോയി കുത്തിരുന്നിട്ട് വണ്ടി എടുത്തത് പറയണ്ടോ? മര്യാദയ്ക്ക് ക്യൂ നിൽക്കും, ടിക്കറ്റും പാസ്പോർട്ടും വിസയും കാണിച്ചെടുക്കും, അയക്കും നോക്കും, ദീക്കും നോക്കും, ആ കയറിക്കോ. അങ്ങനെ പറയരുത്. ഞാൻ സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ്, എന്നാലും തൽക്കാലം പോണ്ടേ, ക്ഷമിക്കാം അല്ലേ? പിന്നെ അടുത്ത കൗണ്ടറിൽ പോയി ക്യൂ നിൽക്കണം, പാവം ലഗേജ് ഇങ്ങനെ ഏറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി തൂക്കണം, ഏറുണ്ട് കൊണ്ടാൻ പറ്റുക പറയുമ്പോൾ സ്വതന്ത്ര ചിന്താഗതിക്കാരൻ കുറച്ച് നീക്കിച്ചിട്ട് സ്വതന്ത്രമായിട്ട് പൊട്ടിച്ചിട്ട് സാധനങ്ങൾ മാറ്റിച്ചിട്ട് സ്വതന്ത്രമായിട്ട് വീണ്ടും പോയിഞ്ഞിട്ട് വീണ്ടും സ്വതന്ത്രമായിട്ട് കൊണ്ടുവന്ന് വെച്ച് തൂക്കും. എന്തനുസരണമുള്ള കുട്ടി! ദീനിന്റെ കാര്യത്തിൽ മാത്രമാണ് ആൾക്കാർക്ക് അതെന്താ അങ്ങനെ ഇതെന്താ അങ്ങനെ, ബാക്കിയൊക്കെ പാലിച്ചു പോവാ. ദീനാണ് പറയുമ്പോത്തിന് അതെന്താ ഞമ്മക്കൊരു സ്വതന്ത്രമല്ലേ? എവിടെ എനിക്ക് സ്വതന്ത്രമുള്ളത്? എൻ്റെ വരിയുണ്ടോ? എന്നിട്ടല്ലേ ഇവിടെ സ്വന്തം വരി തന്നെ ഉണ്ടോ? പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ലല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യം പറഞ്ഞാൽ എന്താണ്? എന്തും ചെയ്യാനാണ് വിടുക എന്നുള്ളതല്ല. അങ്ങനെ പഠിച്ചോൻ വിടൂല. അങ്ങനെ മനുഷ്യനെ വിട്ടാൽ മനുഷ്യൻ പിടുത്തം വിടുന്ന കാര്യം 100% ഉറപ്പാണ്. സ്വാതന്ത്ര്യം തരായിട്ട് തന്നെ കോലം. പിന്നെ ഒരു നിയമം വെച്ചില്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ? അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുക. പല ആഘോഷങ്ങളും പാശ്ചാത്യൻ വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആഘോഷങ്ങളാണ്. ഇപ്പോഴും നമുക്കൊന്നും കേൾവിയില്ലാത്ത പലവിധ ആഘോഷം, ഇപ്പോൾ LGBTQ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആഘോഷങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ക്യാമ്പസിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മളാരും അറിയാതെ പല ആഘോഷങ്ങളും പല സംഗതിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാമിൻ്റെ ആ വഴിയിൽ ഉറച്ചു നിൽക്കുക, മറ്റുള്ളവർക്ക് ആ വിഷയത്തിൽ ബോധം കൊടുക്കുക. ഒരു ജനത, ഒരു തലമുറ ലക്ഷ്യം മറന്ന് ആർമാദിക്കാനും ഉല്ലസിക്കാനും അടിച്ചു പൊളിക്കാനും വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. മനുഷ്യന്മാർ തമ്മാടിത്തവും തോന്നിവാസവുമായിട്ട് ജീവിക്കുമ്പോൾ കരയിലും കടലിലും കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടും. ഇതീക്കാൻ നമ്മളെ മക്കളെ വിടാനുള്ളത്. ഇതിന്നാണ് നമ്മളെ മക്കൾക്കുള്ള പുതിയെണ്ണ് വരണ്ടേ, ഇതിന്നാണ് നമ്മളെ പെൺകുട്ടികൾക്കുള്ള പുതിയാപ്പിളാര് വരണ്ടേ. അതുകൊണ്ട് നമ്മളെ ദൗത്യം ഏറ്റെടുക്കണം. തിരക്ക് തന്നെയാണ് എല്ലാവർക്കും, പക്ഷെ ഓവർ തിരക്കായാൽ പിന്നെ തിരക്കുണ്ടാവില്ല. മനസ്സിലായില്ലേ? എവിടെയാണ് നിങ്ങളെ പേര? ഞങ്ങൾ അങ്ങോട്ട് വരാ, കോഴിക്കോടാണ്, നമ്മൾ മലപ്പുറത്താണ്. അത് കുഴപ്പമില്ലേ? എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുക? ഞാൻ രാത്രി വീട്ടിൽ 10 മണിക്ക് എത്തും, അതും കുഴപ്പമില്ല. എന്നാൽ 10 മണിക്ക് വരട്ടെ, അത് പറ്റില്ല. എന്നാൽ രാവിലെ സുബൈക്ക് വരട്ടെ, എപ്പോഴും വരാൻ റെഡിയാണ്. എന്ത് കയ്യിൽ നിന്ന് പോയിന്. അതുകൊണ്ട് നമ്മളെ പണി ചെയ്യുക. 1-2 ആൾക്കാരെ പണിയാണെന്ന് വിചാരിച്ചിക്കണ്ട. ദഅവത്ത് നമ്മളെല്ലാവരും പണിയാണ്. സമൂഹം ഒന്നിച്ച് കുത്തഴിഞ്ഞ് പോകുമ്പോൾ ആരെയെങ്കിലും കുറ്റം പറയേണ്ട പണിയല്ല. നമുക്ക് കറക്റ്റ് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്ത് ഒരു തലമുറയെ നന്മയിലേക്ക് തിരിച്ചുവിടലാണ് നമ്മുടെ പണി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഹാളിൽ കുറച്ച് ആൾക്കാർ മാത്രമേ വരുള്ളൂ, ബാക്കിയൊക്കെ എവിടെയുള്ളത്? ഈ ഹാളിന് പുറത്താണ്. അപ്പോൾ ഓരോടൊക്കെ ദീന് പറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിരുന്നാൽ നടക്കൂല. ഇതിൻ്റെ പുറത്തേക്ക് പോകണം. പുറത്ത് ദഅവത്ത് മഴയൊക്കെ നീങ്ങി അല്ലേ, പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ടൈമാണ്, വിശ്രമമില്ലാത്ത ദഅവത്തിൻ്റെ മാസമാണ്. ജനുവരി മുതൽ മെയ് മാസം വരെ ഫുള്ള് ദഅവത്തിൻ്റെ ഒരു സമയമാണ്. ഇപ്പോൾ നോമ്പാകുമ്പോഴത്തിന് പരമാവധി ആളുകളിലേക്ക് നമ്മൾ എത്തണം. ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്കും കുടുംബ ചിത്രതയിൽ കഴിയുന്ന ആളുകളിലേക്കും ശിർക്കൻ ഖുറാഫാത്തുകളിൽ കഴിയുന്ന ആളുകളിലേക്കൊക്കെ പരമാവധി നമ്മൾ എത്തുക എന്നുള്ളതാണ്. ലൈഫിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഇബാദത്താണ് ദഅവത്ത്. മനസ്സിലായില്ലേ? ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സബബ് ഉണ്ടാവും ദീനിക്ക് വരാൻ. കുറേ സബബുകൾ ഉണ്ടാവും, പക്ഷേ ഒരു സബബ് ഉണ്ടാവും, അതിൻ്റെ പിന്നിലൊരു വ്യക്തി ഉണ്ടാവും. മനസ്സിലാണ്ടാവും.
അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാകണം. ആയിരങ്ങളുടെ ഹിദായത്തിന് നമ്മൾ കാരണക്കാരാവണം. അതിന് പേഴ്സണലി നമ്മൾ യോഗ്യരാകണം. പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ദീന് പഠിക്കണം, നമ്മുടെ ദഅവ പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് എല്ലായിടത്തും കുടുംബ ക്ലാസ്സുകളും പബ്ലിക് പരിപാടികളും കുട്ടികളുടെ പരിപാടികളും പെൺകുട്ടികളുടെയൊക്കെ പരിപാടി എത്ര കുട്ടികളാണ് ഒഴുകി വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് പലതും. ഇപ്പോൾ കേട്ടില്ലേ, 17 വയസ്സുള്ളൊരു കുട്ടി ഗർഭിണിയായ സഹപാഠി അറസ്റ്റിൽ. ഏത് +1 പഠിക്കണ ചെക്കനാണ് ബാപ്പ ഈ കുട്ടിൻ്റെ. മനസ്സിലായില്ലേ? അപ്പോൾ കാലം പോണ പോക്കേ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. കാലം അങ്ങനെ പോകുമെങ്കിൽ ആ കാലത്തെ തിരിച്ചു വിടാനുള്ള കെൽപ്പ് നമുക്കുണ്ട്. നമ്മുടെ കയ്യിലെ ഖുർആനുണ്ട്. അതുകൊണ്ട് ദഅവത്ത് നമ്മൾ സജീവമാക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ പറയേണ്ടത്. നമ്മുടെ മക്കളെയും പുതിയ തലമുറയെയും ഈ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ വീഴ്ചകളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് തരട്ടെ. അവൻ്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവൻ നമുക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കൂടെ തന്നിരിക്കുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാൻ, തെറ്റുകളിൽ നിന്ന് എന്നേക്കുമായി വിട പറയാൻ, പുതിയ കാൽവെപ്പുകളുമായിട്ട് പഠനത്തിലും ആരാധനയിലും ദഅവത്തിലുമൊക്കെ പുതിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രവർത്തന പദ്ധതികളുമായിട്ട് ഇനിയുള്ള കാലത്തെ നന്മയിലേക്ക് ഉപയോഗിക്കാൻ പടച്ച റബ്ബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹുക്ക് എല്ലാവർക്കും ഷിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നാം ഭയക്കുന്ന വലിയ വലിയ രോഗങ്ങൾ അള്ളാഹു നമ്മെ തൊട്ട് തടയുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പടച്ചവൻ ഖൈറും ബർക്കത്തും കൺകുളിർമയും ആശ്വാസവും പ്രദാനം ചെയ്യട്ടെ. ഫിത്നയുടെ കാലമാണ്, എല്ലാ രംഗത്തും ഫിത്നയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഫിത്നയിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ദീനി ബോധമുള്ള പണ്ഡിതന്മാരും ഹാഫിദുകളും സമൂഹത്തിൻ്റെ മുജദ്ദിദുകളുമായിട്ടുള്ള ഉലമാക്കളായിട്ടുള്ള നേതാക്കളായിട്ടുള്ള നല്ല ഓർഗനൈസേഴ്സായിട്ടുള്ള മക്കളെ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട കർമ്മത്തിലായിരിക്കെ അവന് ഇഷ്ടപ്പെട്ട ദാസനായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് മരിച്ചു പിരിയാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കണ്ണും കാതും മനസ്സും അവയവങ്ങളും മലീമസമാക്കപ്പെടുന്ന കാലം. ഒരു ഭാഗത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് ബലഹീനമായി പോകുന്ന, നമ്മെ അതിജയിക്കുന്ന നമ്മുടെ ദുർബലതകൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ശർറിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പൂർണ്ണമായി വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി, മുഅ്മിനായി, മുവഹിദായി, മുത്തഖിയായി പടച്ച റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കടങ്ങളും നമ്മുടെ ബാധ്യതകളും കൃത്യമായി പൂർത്തീകരിക്കാൻ, നിർവഹിക്കാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മിലെ നല്ല ആഗ്രഹങ്ങളെ സഫലമാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വ്യഥകളെയും വിഷമങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് തരുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.